ഈ 21 വർഷമായിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനി, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി, ഇന്ന് നമ്മൾ വ്യത്യസ്തമായി ഇന്നിപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ ഒരു ബിസിനസ്സാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി വരുന്ന ജനറേഷൻ്റെ ബിസിനസ്സാണ് ഇത്, ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. പക്ഷേ ഈ ഒരു മേഖലയെ നമ്മുടെ നാട്ടിൽ പല പരിചയമില്ലാത്ത ആൾക്കാർ വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മേഖല നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല കമ്പനികളും പല സ്വർണ്ണ കച്ചവടക്കാരും പല മേഖലയിലുള്ള ആൾക്കാരും കുറേ പൈസ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നാട്ടുകാരുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് നിർബന്ധമായിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന ബിസിനസ് കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ 1-2 മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞ് 30,000-നും 40,000-നൊക്കെ ആവശ്യമില്ലാതെ കുറേ സാധനം പർച്ചേസ് ചെയ്യിപ്പിച്ച് പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കാതെ, ഒരു സപ്പോർട്ട് പോലും കൊടുക്കാതെ, ഇതെന്താണ് ബിസിനസ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പോലും പറഞ്ഞു കൊടുക്കാതെ ഒരുപാട് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമുക്ക് വാങ്ങിക്കാൻ, രണ്ടാമത് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത വിലയിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്ന പല കമ്പനികൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ സംസാരിക്കുന്നത്. ഹലോ, ഇച്ചിരി കൂടി സൗണ്ട് പറയാവോ? സൗണ്ട് കുറവാണോ? ഒച്ച കുറവാ. ഒറ്റ സെക്കൻഡ്, ഞാൻ മൊബൈലിൽ കാണാം. ഇപ്പൊ ഓക്കെയാണോ? ഓക്കെ. നമ്മളപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന 20 പേരുണ്ട്. നിങ്ങളെല്ലാവരും 100% ഈ ഒരു ബിസിനസ്സിലൂടെ 100% സ്റ്റക്കായല്ലോ. നിങ്ങളെ വിജയിപ്പിച്ചിടാൻ നമ്മുടെ ഓർഗനൈസേഷൻ സാധിക്കും. അത്രയ്ക്കും വലിയൊരു സപ്പോർട്ടുള്ള ഇന്ന് വെസ്റ്റീജിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഇത്രയും ഡൗൺലൈൻസിനെ, ഇത്രയും പുതുതായി വന്ന ഓരോ വ്യക്തികളെ വിജയിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അറിയപ്പെടുന്ന നമ്മുടെ ഓർഗനൈസേഷൻ. കാരണം ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, കാരണം ഇന്ന് പല ആൾക്കാരും ചെയ്യുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ട് നിർബന്ധമായി പർച്ചേസ് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ഒരാളെയും വിഷമിപ്പിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വരുമാനം വാങ്ങിച്ചു. എന്താണ് ശരിക്കും ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? അതും ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് നിലനിന്ന് പോകണമെങ്കിൽ, ലോങ് ടേം ആയിട്ട് സസ്റ്റൈനബിളായി നിലനിന്ന് പോകണമെങ്കിൽ, നമ്മൾ വിശ്വസിച്ച് നമ്മളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ അതൊരു ലൈഫ് ലോങ് പാസീവ് ഇൻകം ഉള്ള ബിസിനസ്സായി മാറുള്ളൂ. ലൈഫ് ലോങ് നമുക്ക് എന്നും നമ്മളെ പ്രായം എത്ര വലുതായി നമ്മൾ മരണശേഷം പോലും നമുക്ക് വരുമാനം വരണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം വരണമെങ്കിൽ നമ്മൾ വരുമാനം വാങ്ങിക്കുന്ന ലീഡേഴ്സിനെ ക്രിയേഷൻ ചെയ്യുക. അതാണ് ആക്ച്വലി ലൈഫ് ലോങ് പാസീവ് ഇൻകം വാങ്ങിക്കാൻ പറ്റുന്ന ബിസിനസ്സായി മാറുന്നത്. അല്ലാതെ ഒരാളെ കൊണ്ട് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യിപ്പിച്ച് വീട്ടിൽ കിടന്നുറങ്ങിയാൽ പൈസ വരുന്ന പറഞ്ഞാൽ കമ്പനി കണ്ടു കഴിഞ്ഞാൽ ഇറക്കി വിട്ടേക്കണം കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തും നമ്മൾ വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുന്ന പരിപാടി ഇല്ല. നമ്മൾ ആളെ താഴെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ പോലും അത് നിലനിന്ന് പോകില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നെഗറ്റീവ് പ്രൊഡക്റ്റുകൾ കയറ്റില്ല, വേറൊരു സിനിമാ താരങ്ങൾ പരസ്യം പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനം എടുത്ത് നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായിട്ട് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തലമുറകൾ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. നിങ്ങളുടെ മക്കളും അവരുടെ മക്കളിലേക്കും പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ബിസിനസ്. ഓൾറെഡി ഗൗതംബാലി സാർ അദ്ദേഹത്തിന് മകനെ ഇൻവോൾവ് ആക്കി കഴിഞ്ഞു. നമ്മുടെ ക്യാപ്റ്റൻ SP ബരൽ സാർ അദ്ദേഹത്തിന് മകൻ ഏകദേശം 45 ലക്ഷം രൂപ വരുമാനം ആക്കി കൊടുത്തു കഴിഞ്ഞു. ഞാനും അടുത്ത വർഷം എൻ്റെ മകളെ ഇതിലേക്ക് കണക്റ്റാക്കണം. മകൾ പഠിക്കുന്ന ഓൺട്രപ്രണർഷിപ്പിലാണ്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പിലേക്ക് അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അടുത്ത വർഷം അവളെ ഇതിൽ ജോയിൻ ആക്കാൻ പറ്റും. ഇന്ന് നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബിസിനസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന വെസ്റ്റീജ് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങളുടെ ജനറേഷനെ സേഫ് ആക്കി എടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കളയാതെ, റിസൈൻ ചെയ്യാതെ, അല്ലെങ്കിൽ മാറി നിൽക്കാതെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വിഷമമില്ലാതെ നിങ്ങളെ വിജയിപ്പിച്ചിടാൻ സാധിക്കും. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? ID രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു നല്ലൊരു അപ്ലൈൻ ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തി ഉണ്ടാവും. ചിലപ്പോൾ ആ വ്യക്തി പുതിയ വ്യക്തിയായിരിക്കും. ജോയിൻ ചെയ്ത് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമേ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചിലപ്പോൾ അത്ര നോളജ് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ സംശയങ്ങളും ക്ലിയർ ആക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് മേലൊരു ലീഡർ ഉണ്ടാവും, അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ അതിന് മേലുള്ള ലീഡർ, ഇങ്ങനെ 1-2 ലീഡർമാർ നിങ്ങളെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അവരുടെ ലീഡർമാരോട് ചോദിച്ച് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. നിങ്ങളെ ലീഡർമാർ ആരാണോ അവരോട് എല്ലാ ദിവസവും സംസാരിക്കുക. നിങ്ങളെ വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ വരുമാനം വാങ്ങിച്ചു തരാൻ ആഗ്രഹിച്ചിട്ടാണ് നിങ്ങളിതിൽ കണക്ട് ആക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവരുമായിട്ട് റെഗുലറായിട്ട് ഒന്ന് സംസാരിക്കുക, എല്ലാ ദിവസവും സംസാരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക. കാരണം ഈ ബിസിനസ്സിൽ നിങ്ങൾ പൈസയല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, സമയമാണ്. 24 മണിക്കൂർ ഇന്ന് നമുക്ക് ലോകത്ത് എല്ലാവർക്കും ഒരേപോലെ ദൈവം കൊടുത്തിരിക്കുന്ന സാധനം സമയം മാത്രം 24 മണിക്കൂറാണ്. ബാക്കി പണമല്ല, ആരോഗ്യമല്ല, എല്ലാം വ്യത്യസ്തമായി കൊടുത്തു. 24 മണിക്കൂർ ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ എങ്ങനെ വേണം ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 24 മണിക്കൂർ എവിടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. ഇന്ന് നമ്മൾ എന്താ ചെയ്യണം, 24 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലെവലിൽ ജോലിക്ക് പോകും, ജോലി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം നോക്കും, മക്കളെ കൂടെ ഒക്കെ നോക്കും, അല്ലെങ്കിൽ കറങ്ങാൻ പോകും, കല്യാണത്തിന് പോകും, അമ്പലത്തിൽ പോകും, പെരുന്നാളിന് പോകും, എല്ലാത്തിനും പോകും. ഇതൊരു റൊട്ടേഷനാണ് അല്ല. ഇതിനിടയിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ 2-3 കല്യാണം വന്ന് നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയി കവർ ചെയ്യുന്നുണ്ടോ. അസുഖങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനും സമയം 24 മണിക്കൂർ ചെയ്യുന്നുണ്ടോ. പക്ഷെ അതിൻ്റെ കൂടെ ഈ ബിസിനസ്സിനാകുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് പോകും, ഹോസ്പിറ്റൽ കേസിന് പോകും, മക്കളെ പരീക്ഷയാണെങ്കിൽ പരീക്ഷയുടെ പുറകെ പോകും, എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തും. ഈ ബിസിനസ്സിന് മാത്രം നമ്മൾ എക്സ്ക്യൂസസ് പറയും, സമയമില്ല, ബിസിയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും നമ്മുടെ ആൾക്കാർ. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, എവിടെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സിനിമ കാണുന്നതിലാണോ, അല്ലെങ്കിൽ പാർക്കിൽ മാളുകളിൽ കറങ്ങാൻ പോകുന്നതിലാണോ, അമ്പലത്തിൽ ഉത്സവം കാണാൻ പോകുന്നതിലാണോ, അല്ലെങ്കിൽ പെരുന്നാളിന് കൂടുന്നതിനാണോ, ഹോസ്പിറ്റലിൽ പോയി ഇരിക്കുന്നതിനാണോ. നമ്മുടെ വീടിനടുത്ത് ഒരാൾ മരണം കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങി തിരിച്ചു നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആകാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സമയം പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ, ഈ ബിസിനസ്സിനോട് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ, കാരണം നിങ്ങളിവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ എത്ര സമയം നിങ്ങൾ കൊടുക്കും. ഞാൻ ഈ ബിസിനസ് ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത് 10 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ബിസിനസ് ജോയിൻ ചെയ്യിപ്പിക്കാൻ ഈ വീട്ടിൽ വന്ന് ഈ ചെയറിൽ ഈ ടേബിളിൽ ഇരുന്ന് എനിക്ക് പ്ലാൻ പ്രസന്റേഷൻ പറയുമ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫും വന്ന് പറയുന്ന സമയത്ത് ഞാൻ മേലോട്ട് നോക്കി സീലിംഗ് ഫാൻ നോക്കിയിരുന്ന വ്യക്തിയാണ്. ഒരു താല്പര്യമില്ലാതെ, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ബിസിനസ്സിൽ. കാരണം ഞാൻ ഇതുവരെ വേറെ നെറ്റ്വർക്ക് കമ്പനിയോ ഒരു പ്രൊഡക്റ്റ് കമ്പനിയോ ഒന്നിലും ജോയിൻ ചെയ്തിട്ടില്ല. എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം വന്ന് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു, ഒരു സെൽഫി എടുത്ത് ഗ്രൂപ്പിലിട്ട് പോയ സമയത്ത് ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള 1-2 സൂം മീറ്റിങ്ങുകൾ കണ്ടിന്യൂ അദ്ദേഹം അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ 3 ദിവസം എക്സ്ക്യൂസ് പറഞ്ഞു, സമയമില്ല എന്നുള്ളത്. സമയം ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഞായറാഴ്ച ദിവസം ലീവ് ഒക്കെ ഉള്ള സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, രാത്രിയും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഒരു ദിവസം ഇവിടെ ദുബായിൽ അങ്ങനെ വെള്ളിയാഴ്ചയാണ്, ആ വെള്ളിയാഴ്ച ലീവുള്ള ദിവസം ഒരു ദിവസം 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാനൊരു സെഷൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് അന്നാണ് ഞാൻ തീരുമാനം എടുത്തത് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി. കാരണം വെറും സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഇന്നിപ്പോൾ നമ്മളെ ഓട്ടോറിക്ഷ ഡ്രൈവർ നമ്മുടെ സുരേഷ് ഏട്ടൻ 6 മാസമായിട്ട് ICUലാണ്. ഭക്ഷണം പോലും ട്യൂബിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ അപ്ലൈനാണ്. അദ്ദേഹത്തിന് ഈ 6 മാസം അദ്ദേഹം ബിസിനസ് എന്താണെന്നോ ബിസിനസ് വന്നിരിക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ 6 മാസം അദ്ദേഹത്തിന്റെ വരുമാനം 1,75,000 1,85,000 ഇടയിലുള്ള വരുമാനം ഈ 6 മാസം അദ്ദേഹം വാങ്ങിച്ചു. ആലോചിച്ച് നോക്കുക, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് അസുഖം സാധാരണ ലെവലുള്ള നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അസുഖം വന്ന് ഒരു ഹോസ്പിറ്റൽ ICU കടന്നു കഴിഞ്ഞാൽ 6 മാസം 1 രൂപയുടെ വരുമാനം ആ കുടുംബത്തിൽ വരില്ല. ആ ഹോസ്പിറ്റലിൽ ചിലവ് മൊത്തം നമ്മൾ ഒന്നുകിൽ സ്വർണ്ണം പണയം വെച്ചിട്ട് അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടോ ചെയ്യേണ്ടി വരും. ഇവിടെ അവർക്ക് ഒരു റിസ്ക് ഒരു ടെൻഷനും ഇല്ലാതെ ആ പ്രോബ്ലം മാറ്റിയെടുക്കാൻ സാധിക്കും. അദ്ദേഹം ഖത്തറിലേക്ക് ഇതിൻ്റെ ഫോറിൻ ട്രിപ്പ് വന്ന സമയത്ത് വീണു പോയതാണ്, അങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിയുടെ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി കൊടുക്കണം. ഈ ബിസിനസ്സിനെ ഇതെങ്ങനെയാണ് ഞാനിത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നോളജ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളിത് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് ഓരോരോ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ചിലപ്പോൾ കേട്ട കാര്യം നിങ്ങൾ നാളെയും കേൾക്കുന്നുണ്ടാവും. എല്ലാം ഒരുപോലെ തന്നെ ആയിക്കില്ല. പക്ഷെ പല രാവിലത്തെ മോർണിംഗ് സെഷൻ ഒക്കെ വ്യത്യാസമാണ്. 6 മണിക്കുള്ള സെഷൻ ഓരോ ദിവസവും ഡിഫറൻ്റ് ആണ്. അത് 6 മണിക്ക് അറ്റൻഡ് ചെയ്യാൻ വേറെ ലിങ്കാണ് ഗ്രൂപ്പിൽ വരുന്നുണ്ടാവും. വൈകുന്നേരം 9 മണിയാകുമ്പോൾ ആ ലിങ്ക് ഗ്രൂപ്പിൽ വരുന്നുണ്ടാവും. അതിൽ കയറി അറ്റൻഡ് ചെയ്യാം. മോർണിംഗ് CEP എന്ന് അവന് പറയാം, CEP ക്ലബ്, കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, CEP 6 മുതൽ 7 മണി. നിങ്ങൾ അടുക്കള തിരക്കാണെങ്കിൽ പോലും അതിൽ പങ്കെടുക്കണം. ലേഡീസ് ആണെങ്കിൽ അല്ല ജോലിക്ക് പോകാൻ നിൽക്കുന്ന ജെൻസ് ആണെങ്കിൽ പോലും ആ സമയത്ത് അത് കേൾക്കാനുള്ള മൈൻഡ് സെറ്റ് അവിടെ ഓണാക്കി വെച്ച് കേൾക്കാനുള്ള മൈൻഡ് സെറ്റ് കൊടുക്കണം. എന്നാൽ നിങ്ങൾക്ക് ബിസിനസ് മനസ്സിലാവും. വൈകുന്നേരം 8:30 9 മണിക്കുള്ള സെഷൻ ഓരോ ദിവസം വ്യത്യസ്തമായിട്ടായിരിക്കും പ്രൊഡക്റ്റിനെ കുറിച്ച് മറ്റുള്ള അറിയാൻ പറ്റും. അത് നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കും 5 മണിക്കുള്ള സെഷൻ, വൈകുന്നേരം 5 മണിക്കുള്ള സെഷൻ അത് പുതിയ വ്യക്തി ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്കുള്ള സെഷനാണ്. നിങ്ങൾക്ക് പുതിയ വ്യക്തികളെ കൊണ്ടുവരണമെങ്കിൽ അതിനകത്ത് കൊണ്ടുവരാം, 9 മണിക്കായാലും കൊണ്ടുവരാൻ കുഴപ്പമില്ല. നിങ്ങൾ അതിലുണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിരന്തരം ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ പറയുന്നുണ്ടാവുക. ഇത് പറഞ്ഞ് ബോറടിക്കാൻ നിൽക്കണ്ട. അത് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബിസിനസ് എന്താണ്, നമ്മൾ എന്താണ് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, ഒരാളുടെ നെഗറ്റീവ് ചോദ്യത്തിന് എന്താണ് ഉത്തരം കൊടുക്കുന്നത്. കാരണം ഇന്ന് 95% നമ്മൾ നെഗറ്റീവ് വെക്കുക ഈ ബിസിനസ് പറയുമ്പോൾ. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്, ഓൺലൈൻ ബിസിനസ് പറയുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്.
എന്തുകൊണ്ടാണ് പേടിയാവുന്നത്? നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ബിസിനസ് പറയുമ്പോൾ ആൾക്കാർ പൈസ പോകുന്ന പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മലയാളീസ് തലവെച്ച് കൊടുക്കുന്നുണ്ടാണ്. വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തും എടുത്തു കൊടുക്കാൻ തയ്യാറാണ്. ആരെയും പിടിച്ച് ജോയിൻ ചെയ്യും, അവരെ പൈസ വാങ്ങിച്ചു കൊടുക്കും. വെറുതെ ഇരുന്നാൽ കിട്ടുമല്ലോ വെച്ച് പണിയെടുക്കാനുള്ള മടിക്കാരം. ഇവിടെയാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് 100% പറഞ്ഞത്, ഈ ഒരു ബിസിനസ് നിങ്ങൾ സാധാരണ നിങ്ങൾ ജോലിയിൽ പോയാൽ എത്ര ഏതെങ്കിലും ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്ന വ്യക്തി അവിടെ ആ കമ്പനിയുടെ വിജയത്തിന് ആ കമ്പനിയുടെ മുതലാളിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നിങ്ങളുടെ കഴിവുകൾ കംപ്ലീറ്റ് അവിടെ ചെലവഴിക്കാം. വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവരുടെ വിദ്യാഭ്യാസം അവരുടെ അറിവുകളും കംപ്ലീറ്റ് നോളജ് കംപ്ലീറ്റ് ആ ബിസിനസ് സ്ഥാപനത്തിൽ ചെലവാക്കുന്ന ആൾക്കാർ അങ്ങനെയല്ലാവും. എന്താണ് നിങ്ങൾക്ക് ഒരു ശമ്പളം ഉണ്ടാവും, ആ ശമ്പളം തന്നുകൊണ്ടിരിക്കും. അവർ നിങ്ങളുടെ മുതലാളിമാരും അതിന് മറ്റുള്ള മാനേജ്മെന്റ് ലെവലിലെ ആൾക്കാരും അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. ഇവിടെയാണ് ഈ ഒരു നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായ വെസ്റ്റീജ് കമ്പനി നിങ്ങളുടെ കഴിവുകളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമയത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇതിനെ പഠിക്കാൻ മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഒരു 3 വർഷം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ 4 വർഷമായി, അടുത്ത വർഷം നാട്ടിലേക്ക് വരുവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾ സേഫായി. ഞാൻ ഈ 18 വർഷം ദുബായിൽ ജോലി ചെയ്ത സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ മക്കൾ സേഫ് അല്ല. കാരണം ഞാൻ എന്നാണോ റിസൈൻ ചെയ്ത് അന്നോട്ട് അവിടുത്തെ വരുമാനം സ്റ്റോപ്പായി. പിന്നെ എനിക്ക് കമ്പനി റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ കംപ്ലീറ്റ് ഞാൻ എടുത്ത ലോൺ ബാങ്കുകാരൻ കൊണ്ടുപോയി. കാരണം ഞാൻ ലോൺ എടുത്തിട്ടാണ് നല്ല ശമ്പളം ലോൺ എടുത്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബിസിനസ് സ്വന്തമായി തുടങ്ങി നിങ്ങൾക്ക് പൊട്ടി, ആ ബിസിനസ് പൂട്ടിപ്പോയി, പക്ഷെ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കമ്പനി റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണോ സെറ്റിൽമെന്റ് കിട്ടി ആ കംപ്ലീറ്റ് ലോണാണ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ 18 വർഷം ദുബായിൽ ജോലി എന്താണോ സമ്പാദിച്ച കംപ്ലീറ്റ് അങ്ങോട്ട് സീറോ മാറി. എൻ്റെ മക്കളുടെ കാര്യം കഷ്ടപ്പൊക്കെയായിരുന്നു. ആ ഒരു ഞാനാണ് ഈ ബിസിനസ്സിൽ വരാനും ഇത് ഇത്തിരി സീരിയസ് ആയി ചെയ്യാൻ കാരണം ഇന്ന് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ സേഫ് ആവണമെങ്കിൽ, നമ്മളെ കുഞ്ഞുങ്ങളെ സേഫ് ആക്കണമെങ്കിൽ, അവരെ നമ്മളെ കൂടെ നിർത്തണമെങ്കിൽ നമ്മളെല്ലാവരും അച്ഛനമ്മമാരും മക്കളെ പഠിപ്പിക്കുകയാണ്, ലക്ഷങ്ങളൊക്കെ കൊടുത്ത് ലോൺ എടുത്തിട്ടൊക്കെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടാകുമ്പോൾ അവർ എവിടെയെങ്കിലും പറഞ്ഞയക്കും ജോലിക്ക് വേണ്ടി. അങ്ങനെ പറഞ്ഞയക്കും ഭയങ്കര സന്തോഷമാണ്, സ്നേഹത്തോടെ കല്യാണം കഴിപ്പിക്കുന്ന സന്തോഷമാണ്. അതിനുശേഷമാണ് നമ്മൾ സംഭവം ട്രാജഡി തുടങ്ങുന്നത്. നമ്മൾ ഒറ്റക്കാവാണ്, അച്ഛനമ്മമാർ ഒറ്റക്കാവാണ്. ഒരു ഗ്ലാസ് വെള്ളം കൂടി തരാൻ ഒരു ആളുണ്ടാവില്ല, അല്ലെങ്കിൽ ഹോം നേഴ്സിന് വെക്കും. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ഹോം നേഴ്സിന് വെക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ നിർത്താനും അവരെ നമ്മളോടൊപ്പം നിർത്തി അവരെ കുഞ്ഞുങ്ങളെ നോക്കാനും എല്ലാം നമുക്കൊരു സാഹചര്യം കിട്ടും കുറച്ച് വലുതാകുന്ന സമയത്ത്. ആ സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആകെ സിമ്പിൾ ആയി ചെയ്യുന്ന ഒറ്റ കാര്യമേ, വളരെ സിമ്പിൾ കാര്യം നമ്മൾ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ വീട്ടിലേക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സിനിമാ താരങ്ങൾ പരസ്യങ്ങൾ പറഞ്ഞ മോശം പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല എന്നൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ പറഞ്ഞ സത്യമല്ലേ? നമ്മൾ സിനിമാ താരങ്ങൾ പരസ്യം വരുന്ന പ്രൊഡക്റ്റ് മോശം പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല എന്ന് തീരുമാനം എടുത്താൽ, നെഗറ്റീവ് പ്രൊഡക്റ്റ് വീട്ടിൽ കയറ്റില്ല എന്ന് തീരുമാനം എടുത്താൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും. സിനിമാ താരങ്ങൾ പരസ്യങ്ങൾ പറഞ്ഞ മോശം പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല എടുത്തെടുത്ത് പറയാൻ കാരണം, ചായ പോലും കുടിക്കാതെ മോഹൻലാൽ കണ്ണൻ ദേവന്റെ പരസ്യം പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ചായ കുടിക്കാതെ വ്യക്തിയാണ് അദ്ദേഹം കണ്ണൻ ദേവന്റെ പരസ്യം പറഞ്ഞ ഉന്മേഷത്തിന്റെ പരസ്യം പറഞ്ഞിട്ട് 3 കോടി വാങ്ങിച്ച് പരസ്യം പറഞ്ഞതാ. ഇവിടെയാണ് നിങ്ങൾ ഉപയോഗിച്ച ചായപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ വീട്ടിൽ വിരുന്ന് വന്നാൽ നിങ്ങൾ ഞായറാഴ്ച ദിവസമൊക്കെ വീട്ടിൽ അങ്ങോട്ടേക്കും ബന്ധക്കാർക്ക് വിരുന്ന് വരുന്ന സമയത്ത് ഒരു ചായ കൊടുക്കുമ്പോൾ നമ്മളൊരു മസാല ടീ സ്പൈസ് ടീ കൊടുത്തു, ഒരു ഗ്ലാസ് ചായ, അവർ ചോദിക്കും ഇതേതാ ചായപ്പൊടി എന്ന്. അപ്പോൾ ഞാൻ ഈ കമ്പനിയിലെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഷോക്കേസിൽ ചായപ്പൊടി ഒരു പാക്കറ്റ് എടുത്തു കൊടുത്തു നോക്കും. നാളെ മുതൽ അവർ ഈ കമ്പനിയുടെ സ്ഥിരം കസ്റ്റമറായി. അതാണ് ഈ ബിസിനസ്. മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വഴി നമ്മൾ പറയുന്ന ഒരാൾ അറിയുന്ന വഴി നമ്മുടെ ബിസിനസ് ഡെവലപ്പാണ്. അല്ലാതെ ഇത് കുറെ ആൾക്കാരെ പിടിച്ച് നിങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് കൂടി ജോയിൻ ആക്കി ഒരു പ്രയോജനം ഉണ്ടാവില്ല. 1000 പേരെ നിങ്ങൾ ഇന്ന് ഒറ്റ ദിവസം കൂടി ജോയിൻ ആക്കിക്കോ, 1 രൂപയുടെ പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ 10 വ്യക്തികളെ സീരിയസ് ആയിട്ട് 10 ആൾക്കാരെ ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന 10 വ്യക്തികളെ, ഇതിലൂടെ ജീവിതം മാറ്റിമറിക്കണം എന്ന് ആഗ്രഹിക്കുന്ന 10 ആൾക്കാരെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത്രക്കും സാധ്യത ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞ വ്യക്തമാണെന്ന് എല്ലാവരും കേൾക്കുന്നുണ്ടാവും വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ഓഫ് ആക്കിക്കൊണ്ട് എൻ്റെ എനർജി കുറച്ച് കുറയും. കാരണം ഞാനൊരു ഇരുട്ടത്ത് നിന്ന് സംസാരിക്കുന്ന ഫീലിംഗ്, ഒരു വീട്ടിൻ്റെ മുറ്റത്ത് വന്നിട്ട് വാതിലടച്ച് സംസാരിക്കുന്നില്ല, അതുപോലെ ഫീലിങ്സ് എനിക്കുണ്ട് ശരിക്ക്. കാരണം 25 പേരുണ്ട്, ഞാൻ മാത്രം വീഡിയോ എനിക്ക് അവരുടെ എനർജി കിട്ടണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആരെങ്കിലും അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നും. ഓക്കെ, നോ പ്രോബ്ലം. കാരണം എപ്പോഴും ഒരു പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മുഖം, ആരെങ്കിലും ഒരാളുടെ മുഖം കാണുമ്പോൾ ഒരു ഉഷാർ കിട്ടും. ഇപ്പം എല്ലാവരും മതിൽ പോലെ കറുത്ത മതിലിനകത്ത് പോലെ പേര് മാത്രമേ കാണുന്നുള്ളൂ ഞാൻ. ഓക്കെ, ഇവിടെ അടുത്തത് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഈ ബിസിനസ് ചെയ്യുന്നത്? നമ്മൾക്ക് ഈ ബിസിനസ്സിൽ ഒരു വരുമാനം വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. 100% ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്ത് ഇതിൽ ബിസിനസ് പ്ലാൻ കേട്ടു, കുറച്ചൊക്കെ ചെറിയൊരു വിശ്വാസം വന്നു, അതിനുശേഷം ഒരു ഐഡിയ എടുക്കുന്നു, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം വാങ്ങിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുന്നു. അത് നിങ്ങൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന മറ്റുള്ള പ്രൊഡക്റ്റിനേക്കാളും നല്ലതാണെന്ന് വിശ്വാസം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ആ ക്വാളിറ്റി നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെഗുലർ കസ്റ്റമറായിട്ട് കമ്പനിയോടൊപ്പം മാറാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് മറ്റുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരിക്കും. ഓട്ടോമാറ്റിക് നിങ്ങൾ അതിൻ്റെ 100% കസ്റ്റമറായി മാറിയിട്ടുണ്ടോ.
അതിന്റെ ക്വാളിറ്റി നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ വന്നിരിക്കുന്ന ഫ്രണ്ട്സിനോടോ ബന്ധക്കാരോടോ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഈ കമ്പനിയെ കുറിച്ച് ബിസിനസിനെ കുറിച്ചോ നിങ്ങളുടെ ബന്ധക്കാരോടോ ചങ്ങായിമാരോടോ പറയാതിരിക്കാം. ആദ്യം നിങ്ങൾക്ക് ഈ ബിസിനസ് 100% വിശ്വാസം വരുന്നത് വരെ നിങ്ങൾ പരിചയക്കാരോട് ഈ ബിസിനസ് പറയാതിരിക്കുക, ബന്ധക്കാരോട് പറയാതിരിക്കുക. പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് ഔട്ടാവും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബന്ധക്കാരും ചങ്ങായിമാരാണ് നമ്മൾ വിജയിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നന്നാവാതെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നുള്ള പേടിയിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ബന്ധക്കാരും ചങ്ങായിമാർ. പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളോടൊപ്പം ബിസിനസ്സിൽ ഉണ്ടാവുക. കാരണം പരിചയമില്ലാത്ത ആൾക്കാർ ബിസിനസ് കണ്ടിച്ചു വരുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർ നിങ്ങളെ കണ്ടിച്ചു വരുന്ന ആൾക്കാർ, നിങ്ങൾ ബന്ധക്കാർ നിങ്ങളെ കണ്ടിച്ചു വരിക. നിങ്ങൾ നല്ല ഇഷ്ടമുള്ള ബന്ധക്കാരും ചങ്ങായിമാരുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിശ്വസിച്ച് ബിസിനസ് മിക്കവാറും ഒരു 97% ആൾക്കാരും വരാൻ സാധ്യത കുറവാണ്. 3% ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ അത്രക്കും നല്ല ചങ്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ വരും. എങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ഈ ബിസിനസ് നിങ്ങൾ പഠിക്കുന്നത് മുന്നേ അവരോട് പറയാതിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ നന്നായി പഠിച്ച് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചതിന് ശേഷം എന്തെങ്കിലും നല്ലൊരു വരുമാനം, ചെറുതായിട്ടും ഒരു വരുമാനം കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് പറയാം. കാരണം അവർ നിങ്ങൾ ആദ്യം ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ തുടങ്ങി നോക്കും. വരുന്നതിന് മുന്നേ വരുമാനം കൊടുക്കുക ഇതെന്താ സംഭവം, ബാങ്കാണ് അല്ലല്ലോ. നമ്മൾ വർക്ക് ചെയ്ത് സിസ്റ്റമാറ്റിക് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം വരൂ. എല്ലാ മാസം 10-ാം തീയതി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സോപ്പെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 1 രൂപയെങ്കിലും ഇൻകം നമുക്ക് വരും. അത്രക്കും ക്ലിയർ ആണ് കമ്പനി. ഒരു സോപ്പ് വാങ്ങിച്ചാൽ 1 രൂപയുടെ വരുമാനം വരെ നമുക്ക് കമ്പനി ചെയ്യുന്നുണ്ടോ. കയ്യിൽ കിട്ടില്ല, കാരണം 1 രൂപയായിട്ട് കമ്പനി കൊടുക്കില്ല. ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നമുക്കത് 100 രൂപക്ക് മേലെ വന്നാൽ ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറഞ്ഞെല്ലാം ക്ലിയർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് ഒക്കെ ഇട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം, നിങ്ങളെ പരിചയമുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ആർക്കെങ്കിലും നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ആർക്കെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം സ്ട്രഗിളൊക്കെ ഉണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് ബിസിനസ് അല്ല പറയേണ്ടത്. ഇപ്പൊ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് നിങ്ങളോട് അവർ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കഷ്ടപ്പാടൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയുക, ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ പാർട്ട് ടൈം ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, അപ്പൊ കുറച്ചൊക്കെ ഒരു മെച്ചം വരാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ആവശ്യം വരും നിങ്ങളോട് ചോദിക്കാം എന്താണ് സംഭവം എന്നുള്ളത്, എനിക്ക് ചെയ്യാൻ പറ്റും ചോദിക്കും. അങ്ങനെയാണ് നമ്മളിത് പതുക്കെ നിങ്ങളുടെ പരിചയക്കാരോട് പറയേണ്ടത്. അല്ലാതെ ഞാൻ ഇങ്ങനെ ചെറിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നീ ചേരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ദയവ് ചെയ്ത് ഒരാളോട് ഇതിനകത്ത് ചേരുന്നു എന്ന് ചോദിക്കാതെ. ആ വാക്കാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ഡാമേജ് വാക്ക്. നീ ഇതിൽ ചേരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് പോയി. ശ്രദ്ധിച്ചു കേട്ടുണ്ടോ? ഈ ആൾക്കാരെ ചേർക്കുന്ന ബിസിനസ് നമ്മുടെ നാട്ടുകാർക്ക് പേടിയാണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പേടിയാണ്. ഈ ഒരു ഡയലോഗ് കാരണം മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കേണ്ടത്. അപ്പൊ നിങ്ങളൊരു ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് വഴിയിൽ, ഇപ്പൊ സൗമ്യയുടെ ഫ്രണ്ടിനെ കാണാൻ വഴിയിൽ വെച്ച് ഒന്നിച്ച് പഠിച്ച ഒരു ഫ്രണ്ടിനെ കാണാൻ ഒരു വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വാട്സപ്പ് ചങ്ങായിമാരുടെ 7ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ? ആ ഗ്രൂപ്പിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാനും ഉച്ചക്കത്തെ പണി കഴിഞ്ഞാൽ 2-3 സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഉള്ളതായി കാണിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടുതൽ ആൾക്കാർ സെറ്റപ്പായിരിക്കും. സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ നമ്മളെ വെള്ള ഭംഗിയായി കാണും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ടെക്നിക്കാണ്. സൗമ്യ കാണേണ്ടത് അല്ലെങ്കിൽ അലീമ കാണേണ്ടത് നിങ്ങൾ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവിടെ എല്ലാ ആൾക്കാരും പേഴ്സണൽ സംസാരിക്കുക. നീയൊക്കെ സെറ്റപ്പ് ആയല്ലോ, സൂപ്പർ സെറ്റപ്പ് ആയല്ലോ, സ്റ്റാറ്റസ് കാണുന്നല്ലോ, അടിപൊളിയാണല്ലോ, വീടൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അന്നാണ് അവർ സത്യസന്ധമായ കാര്യം എവിടെ ഫുള്ള് ലോൺ അടക്കാൻ പോലും കഷ്ടപ്പാടാണെന്ന് പറയും. അന്നേ അവർ പറയും. അല്ലെങ്കിൽ നിനക്കൊക്കെ ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ അവർ ഒരിക്കലും ബുദ്ധിമുട്ട് പറയില്ല. തിരിച്ച് റിവേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ ആൻസർ നിങ്ങൾക്ക് വരുന്നുണ്ടോ. അപ്പൊ അവരോട് ചോദിക്കേണ്ട ചോദ്യം എന്താണ്, നീയൊക്കെ നല്ല സെറ്റായല്ലേ, നീയൊക്കെ പഠിച്ച് നല്ല ജോലിയൊക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് പറയും, അല്ലടാ ഫുള്ള് ലോണാണ്, ലോൺ എന്നെ അടക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, ഹസ്ബൻഡിന്റെ ശമ്പളം ഇപ്പോൾ കുറഞ്ഞു എന്നൊക്കെ ഉള്ള കഥകൾ കേൾക്കാൻ സാധിക്കും. അപ്പൊ തിരിച്ചും ചോദ്യമുണ്ട്, നീയൊക്കെ ഓക്കെയാണോ, ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ, പക്ഷെ ഇപ്പൊ ഞാനൊരു വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ജോലിക്ക് വന്നിട്ട് ബാക്കിയുള്ള വീട്ടിലെ ജോലി കഴിഞ്ഞ് കുറച്ച് സമയത്ത് ഞാനൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, ഓൺലൈൻ എന്ന് പറയണ്ട, ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഒന്ന് സെറ്റായി വന്നു, ഇനിയും ഓക്കെ രക്ഷപ്പെടാനായി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ആകാംക്ഷ വരും. അതപ്പോൾ തന്നെ ബിസിനസ് പറഞ്ഞ് ജോയിൻ ചെയ്യിപ്പിക്കാൻ ഐഡിയ എടുക്കണമെന്ന് ശ്രമിക്കരുത്. പിന്നെ നാളെയും സംസാരിക്കുമ്പോൾ മറ്റന്നാളും സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ എപ്പോഴും നോട്ടീസ് ചെയ്യും. നിങ്ങളെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം വാച്ച് ചെയ്യുന്നവരായി, അവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ വരുമാനം മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സ് എല്ലാം കാണിക്കണം. ഒരു ദിവസം വരുമാനം 2 ദിവസത്തെ വരുമാനം എന്ന് വെച്ചാൽ ഒന്നും കാണിക്കണം. അതൊക്കെ മണി ചെയിൻ ബിസിനസ് മാത്രം അങ്ങനെ കാണിക്കുന്നു. 1 ഡേ ഇൻകം അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ വരുമാനം കാണിക്കുന്നത് ആരും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് കമ്പനി കേട്ടോ. നമ്മളുടെ വരുമാനം കണ്ടിട്ട് ആരും നമ്മളോടൊപ്പം വരരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ച് വരുന്ന ആൾക്കാർ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അവർ ചെയ്താൽ മാത്രമേ അവർക്ക് വരുമാനം കിട്ടൂ. അതുകൊണ്ട് നമ്മുടെ വരുമാനം കണ്ടിട്ട് വരാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം നീ ചെയ്യണ്ട എന്ന് പറയാനുള്ള ഗഡ്സ് തൻ്റെ നമുക്ക് ഉണ്ടാവണം. നിന്റെ വരുമാനം നീക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് വരാൻ നിൽക്കുന്ന ആൾ പറഞ്ഞാൽ നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേക്കാം എന്ന രീതിയിലുള്ള ആ ഒരു കോൺഫിഡൻറ്റ് നമുക്ക് വരണം. അങ്ങനെയുള്ള അത്രയ്ക്കും പ്രയോറിറ്റി, അത്രയ്ക്കും ഇമ്പോർട്ടൻസ്, അത്രയും വാല്യൂ നമ്മൾ ഈ ബിസിനസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഈ ബിസിനസ് വരില്ല. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ബിസിനസ് ഒരു ബുദ്ധിമുട്ട് വരില്ല.
അടുത്ത ചോദ്യം, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബിസിനസ് നിങ്ങളൊരു സ്ട്രോങ് തീരുമാനം എടുക്കണം, ഉറച്ച തീരുമാനം. ഞാൻ ഈ ബിസിനസ് കളയില്ല, എനിക്ക് വെസ്റ്റേജിലൂടെ ലക്ഷങ്ങൾ വരുമാനം വേണം. എത്ര ലക്ഷമാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം, അത് നേടാൻ സാധിക്കും. അതിന് 10 ലക്ഷമൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട്, അത് നേടാൻ സാധിക്കും. പക്ഷെ അതിന് നന്നായിട്ട് ഹാർഡ് വർക്കണം, ചെറിയ പണിയല്ല. നമ്മുടെ വിന്നിംഗ് ടീമിന്റെ ക്യാപ്റ്റൻ പറഞ്ഞ് 75 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന SP ഭരൽ സാർ പറഞ്ഞ് നിങ്ങൾ 8 മണി മുതൽ 11 മണി വരെ പണി എടുക്കുവാണെങ്കിൽ 8 മുതൽ 11 മണി വരെ പണി എടുക്കുവാണെങ്കിൽ ഫുൾ ടൈം ചെയ്യുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടോ, 8 മുതൽ അവരെ എല്ലാവർക്കും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഭാര്യമാരോട് പറഞ്ഞിട്ട് നിങ്ങൾ 11 മണി കഴിയാതെ അദ്ദേഹത്തിന് വീട്ടിൽ കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 11 മണിക്ക് മുന്നേ വീട്ടിലേക്ക് വന്ന് ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാറ് പറയാറുണ്ട്. അത്രയൊന്നും വേണ്ട, നിങ്ങൾ കുറച്ച് സമയം ഒരു ടൈം അങ്ങ് വെക്കുക. ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് എല്ലാ ലേഡീസ് ആണെങ്കിൽ വീട്ടു പണിയൊക്കെ കഴിഞ്ഞ ശേഷം ബാക്കി ഈ മണിക്കൂർ ഇത്ര മണിക്കൂർ വരെ ഞാൻ വേസ്റ്റ് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാവും, റിസൾട്ട് നടക്കും. അല്ലാതെ വല്ലപ്പോഴും കൂടി കയറി ഒരു മീറ്റിംഗ് വന്നിരിക്കുക, ഇത് വീഡിയോ ഓഫാക്കി വെച്ചിട്ട് അവിടെ ഓണാക്കി വെച്ചിട്ട് അപ്പുറം പോയി സീരിയൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 7 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല മാറ്റം ഉണ്ടാവില്ല. നിങ്ങളല്ല ഒരു 3 മാസം കണ്ടിന്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്ക്. ഇത് ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണെങ്കിൽ പോലും ഇതുപോലെ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുമോ, ഇന്നാളും MC ചെയ്യുന്നു, ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നു, അതുപോലെ എനിക്ക് MC ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ആരെങ്കിലും സംശയം ചോദിക്കുമ്പോൾ അത് തിരിച്ച് ഉത്തരം പറയാൻ പറ്റും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറ്റുമെന്ന് നോക്കണം. അല്ലാതെ ഇയാൾ ഇന്നലെ ഇതന്നെ പറഞ്ഞു, ഞാൻ ഇതിനെ പറഞ്ഞു, നമ്മളെന്ത് പൊട്ടന്മാരാണോ ഇതന്നെ കേട്ടുകൊണ്ടിരിക്കുക, അങ്ങനെ ചിന്തിക്കാതെ ഇത് എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുമോ. സാറേ ഞാനിത് പഠിച്ച് എനിക്ക് ഏകദേശം ആയും തോന്നുന്നു, നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവസരം നമ്മൾ തരും. ഇല്ലെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ പറയാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ബിസിനസ് ജോയിൻ ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന ഫ്രണ്ടിനോട് അവളോട് പറയാം. ചിലപ്പോൾ നിങ്ങൾ മാറ്റം കണ്ടിട്ട് അവർ ജോയിൻ ചെയ്യും. നിങ്ങളൊരു ഫ്രണ്ടിനെ മനസ്സിൽ കാണാം, ഇവളോട് ഈ കാര്യം പറയണം, അവൾ ജോയിൻ ചെയ്യണ്ട, എന്നാലും എനിക്ക് ഈ ബിസിനസ് അവളോട് പറയണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കേട്ടോ ഒന്ന് പറഞ്ഞു നോക്കുക. നിങ്ങളുടെ മാറ്റം കണ്ടിട്ട് ചിലപ്പോൾ അവർ ഐഡിയ എടുത്തേക്കാം, അവർ വേണ്ട എന്ന് വെച്ചിട്ട് തന്നെ പറഞ്ഞേക്കാം. നിങ്ങളെ മാറ്റം കാണുമ്പോൾ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ ആരും പോയി പറയുന്നത്, നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് വന്നതിന് ശേഷം 100% അവർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതുപോലത്തെ കുറെ ഉണ്ടല്ലോ എന്ന് പറയാം. ആദ്യത്തെ ചോദ്യം അതായി, ഇതുപോലത്തെ കുറെ പരിപാടി ഉണ്ട്, പ്രൊഡക്റ്റ് പരിപാടി ഉണ്ട്, ഇത് നമുക്ക് കിട്ടില്ല, മേലോട്ട് പൈസ വന്ന പരിപാടി. സത്യമാണ്, ഇതുപോലത്തെ കുറെ പരിപാടി ഉണ്ട്, എല്ലാത്തിനും മേലോട്ട് പൈസ പോവുക, താഴോട്ട് പൈസ വരില്ല. ഈ വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാനിൽ താഴെയാണ് പൈസ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭീമാ മേഡത്തിന് പരിചയമുണ്ടോ? കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഡിസംബർ മാസം കഴിഞ്ഞാൽ എന്നേക്കാളും 20,000 രൂപ കൂടുതൽ വാങ്ങിക്കാൻ പോകുന്ന വ്യക്തിയാവാൻ പോകുന്ന ഭീമാ മേഡം. ഡിസംബർ ആകുമ്പോൾ എന്നേക്കാളും 20,000 രൂപ കൂടുതൽ വാങ്ങിക്കാൻ പോകുന്ന വ്യക്തിയെ മാറാൻ പോകുന്ന ഭീമാ മേഡം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റി, മനസ്സിലാവുന്നല്ലോ. എന്നേക്കാളും 20,000 രൂപ അവർക്ക് കൂടുതൽ കിട്ടും എന്ന് വെച്ചാൽ എന്റെ വരുമാനം കുറയുന്നില്ല കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ. ആന ഇരുന്നാലും, ആന വലിയ ജീവിയാണല്ലോ, ആന ഇരുന്ന് കഴിഞ്ഞാലും കഴുതനേക്കാളും വലുത് തന്നെയാണ്. ആന ഇരുന്നിട്ട് അവിടെ നോക്കി കാര്യമില്ല, കഴുതനേക്കാളും കുതിരനേക്കാളും വലുതായിരിക്കും ആന ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ എന്നെക്കാളും 20,000 അവർക്ക് കൂടിക്കഴിഞ്ഞാലും എന്റെ പൈസക്ക്, എന്റെ വരുമാനത്തിന് യാതൊരു കുറവുണ്ടാവില്ല. പക്ഷെ എന്നേക്കാളും വരുമാനം വാങ്ങിക്കാൻ ഈ ഇരിക്കുന്ന അലീമക്കും സൗമ്യക്കും സുനിൽ ഭായിക്കും അഞ്ജലിക്കും എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് എന്റെ വരുമാനത്തിന് അവിടെ യാതൊരു കുറവും വരില്ല. പക്ഷെ അവിടെ ഹാപ്പി ആവാൻ ശ്രമിക്കണം. നമ്മളെക്കാളും ഉള്ള വരുമാനം, ഇപ്പൊ അലീമക്ക് ഒരു 2 ലക്ഷം രൂപ മാസം വരുമാനം വരുവാണെങ്കിൽ ഞാൻ അലീമിനെ വിളിച്ചു പറയാം, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോ, എന്നെക്കാളും 20,000 കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോ പറഞ്ഞാൽ അലീമ പറയും, സാറ് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം. കാരണം 2 ലക്ഷം രൂപ കിട്ടുമ്പോൾ അലീമിന്റെ എനർജി വേറെ ലെവലായിരിക്കും, എന്റെ ആവശ്യം വരില്ല. കാരണം ഇതെല്ലാം കേട്ട് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നും പറയില്ല, കാരണം എന്റെ ബിസിനസ് കൂടിയാണ് അലീമ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഓരോരാളും ചെയ്യുന്നത് എന്റെ ബിസിനസ് കൂടിയാണ്. അപ്പൊ നിങ്ങളപ്പം നമ്മൾ എന്നും ഉണ്ടാവും. പക്ഷെ അതാണ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക, ഇൻഡിപെൻഡന്റ് ആയി മാറാൻ ശ്രമിക്കുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത കുഴപ്പമില്ല, ഡിപ്പെൻഡിൽ നിന്ന് ഇൻഡിപെൻഡന്റിലേക്ക് പോകാൻ ശ്രമിക്കുക, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രാപ്തിയാവാൻ ശ്രമിക്കുക. കാരണം മനുഷ്യനാണ്, കൂടുതൽ ലേഡീസ് വർക്ക് ചെയ്യുന്ന ഏരിയയാണ്, എന്തെല്ലോ വിഷമങ്ങൾ നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറിച്ചിലൊക്കെ വരുന്നുണ്ടാവും. അതിനൊന്നും ഉൾക്കൊള്ളാതെ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആയിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുക, നിങ്ങളുടേതായ ബിസിനസ് ആയിട്ട് അറിയാൻ ശ്രമിക്കുക, മാക്സിമം നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ലീഡർമാരൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ടീമിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചെയ്തു തരുന്നുണ്ടാവും. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എവിടെയെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യുന്നുണ്ടാവും, അതിനകത്ത് ആൾക്കാർ വരുന്നുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു വോയിസ് മെസ്സേജ് കൊടുത്ത് നമ്മുടെ മീറ്റിംഗിൽ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, ഇപ്പോൾ സൂമിലേക്ക് വരാമെന്ന് ആൾക്കാർക്ക് പേടിയാണ്. കാരണം ഫോറവർ പോലത്തെ മണി ചെയിൻ, ഫിജി കാർഡ് പോലത്തെ മണി ചെയിൻ കമ്പനിയിലൊക്കെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് പൈസ പോയ ആൾക്കാരാണ്. അതുകൊണ്ട് സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോറവറിന്റെ പ്രശ്നം 5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ കാര്യം പറയൂ. അതുവരെ മോട്ടിവേഷൻ മാത്രം 5 ദിവസം തരും. എല്ലാ ആൾക്കാരും കുഞ്ഞുങ്ങളെ പോലും നോക്കാതെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യും. കാരണം ഗവൺമെന്റ് ജോലി കിട്ടിയ ഫീലിംഗ്സ് ആണ് ഫോറവറിന്റെ മീറ്റിംഗ് അറ്റൻഡ്. 5ാമത്തെ ദിവസം ലാസ്റ്റ് പറഞ്ഞ് അവർ 10 ചോദ്യം ഉണ്ടോ, 5 10 ചോദ്യം ചോദിക്കും. ആനനെ കാണിച്ചിട്ട് കുതിരയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ പറഞ്ഞാലും ഇത് കുതിരയാണെന്ന് പറഞ്ഞാലും അവർ നിങ്ങളെ പാസ്സാക്കും, നിങ്ങൾ പാസ്സായിരിക്കും എന്ന് പറയാം. ഒരു ആനയെ കാണിച്ചിരുന്നു നിങ്ങൾ പറയുന്നത് കുതിരയാണ്,
അപ്പോൾ അവർ ഇല്ല, നിങ്ങൾ പാസ്സായിരിക്കുന്നു, നിങ്ങളൊരു 35,000 സാധനം വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് നിങ്ങൾ ഷോക്ക് അടിച്ച് തിരിച്ചു പോകുന്ന കിട്ടുമോ? അല്ല, അങ്ങനെ പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരിൻ്റെ അകത്ത് ഉണ്ടാവും. 5 മീറ്റിംഗ് കഴിയുന്നു, എന്തെങ്കിലും 2-3 ചോദ്യം ചെയ്യിക്കണു, നിങ്ങൾ തെറ്റ് പറഞ്ഞാൽ അവരങ്ങൾ അംഗീകരിക്കുന്നു, കൈയടിക്കുന്നു, പാസ്സാക്കുന്നു, നിങ്ങളെ കൊണ്ട് 30,000 സാധനം വാങ്ങിക്കാൻ പറയും. നിങ്ങൾക്ക് 30,000 കപ്പാസിറ്റിയിൽ ഒരു 15,000 പറയും. 15,000 കപ്പാസിറ്റി പറയും. ലാസ്റ്റ് എത്ര സമയം 5 ക്ലാസ് കൊടുത്തില്ല, വിടാണ്ടിരിക്കാൻ നമ്മൾ 5,000 രൂപ കുറച്ചെടുക്കാൻ പറയും. 1 രൂപയുടെ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള കമ്പനികളിൽ. എപ്പോഴും നമ്മളൊരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി എങ്ങനെ മനസ്സിലാക്കാം? ആ കമ്പനിയുടെ പ്രൊഡക്റ്റ്, നമുക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് ഏകദേശം കുറച്ചൊക്കെ ഉണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഒരു വാച്ചിലുള്ള കമ്പനി നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും തോന്നും. ഒരു വാച്ച് മാത്രം കൊടുക്കുന്ന കമ്പനി DX എന്നാണ്. ആ വാച്ചിന്റെ വില 5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയാണ്. അതിൽ ജോയിൻ ചെയ്യുന്ന എത്ര മണ്ടന്മാരുണ്ട് അറിയാം? നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സ്ഥിരമായിട്ട് വാച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. സ്ഥിരമായിട്ട് എങ്ങനെ വരുമാനം വരും? ഇങ്ങനെയുള്ള കുറെ മണ്ടന്മാരെ പിടിച്ച് ചേർത്ത് കഴിഞ്ഞാലാണ് വാച്ച് വാങ്ങിക്കുന്ന ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. വാച്ച് വാങ്ങിക്കുന്ന കുറെ ലക്ഷങ്ങൾ, ഒരു വാച്ചിന് 2 ലക്ഷം 5 ലക്ഷം കൊടുക്കുന്ന മലയാളീസ് ഒരുപാടുണ്ട്. ചങ്ങായിമാർ കുറെ ആൾക്കാർ കൊണ്ടിട്ടുണ്ട്. അതിന്റെ പുറകെ പോയി കണ്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴും നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരിച്ചറിയാൻ ആ പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണോ, അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണോ? കുളിക്കുന്ന സോപ്പ് നമുക്ക് 4 എണ്ണം വേണ്ടി വരും. നല്ല രീതിയിൽ കുളിക്കുന്ന 2 നേരം കുളിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ 4 സോപ്പ് എന്തെങ്കിലും ഒരു വീട്ടിലേക്ക് വേണ്ടി വരും അല്ലെ? പല്ല് തേക്കുന്ന പേസ്റ്റ് എന്തെങ്കിലും 100 ഗ്രാം പേസ്റ്റ് ഒരു 4 വ്യക്തികളുള്ള കുടുംബത്തിന് ഒരു പേസ്റ്റ് എന്തെങ്കിലും അത്യാവശ്യമാണ്. 2 രാത്രി പല്ല് തേക്കുന്നുണ്ടെങ്കിൽ ഒരു പേസ്റ്റ് അത്യാവശ്യമാണ്. കുക്കിംഗ് ഓയിൽ എന്തെങ്കിലും 2 ലിറ്റർ വേണ്ടി വരും. ചായപ്പൊടി ഒരു പാക്കറ്റ് വേണ്ടി വരും. പാത്രം കഴിക്കാൻ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ 2-3-4 മാസം നമ്മുടെ ബോട്ടിൽ ഓടും. തുണി കഴുകുന്ന പൗഡറും അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഫ്ലോർ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിന് ഒരു 1000-1500 സാധനം ഈ കമ്പനിയിൽ വാങ്ങിക്കാൻ പറ്റും. 1500 പോരാ, 5000 വേണം. ആരോഗ്യം കൂടെ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 5000 രൂപ കുറച്ച് ആവശ്യം വരും. പക്ഷെ ഇന്ന് സാധാരണക്കാർക്ക് ജോലി വരുമാനം കുറവായതുകൊണ്ട് 5000 സാധനം വാങ്ങിക്കാൻ പറ്റില്ല. എന്നാലും എത്ര വരുമാനം കുറവാണെങ്കിലും എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ പല്ല് തേക്കാതെ, കുളിക്കാതെ, പാത്രം കഴുകാതെ, തുണി കഴുകാതെ ഇരിക്കൂല. ഈ സാധനം വാങ്ങിച്ചുകൊണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി നമ്മൾ. അപ്പൊ നമ്മൾ ഈ ബിസിനസ് ശരിക്കും മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു നോളജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, ഈ ഒരു വ്യക്തിയോട് പറയുന്ന സമയത്ത് ഇതുപോലത്തെ കുറെ ഉണ്ട് വരുമ്പോൾ അതുപോലെ തന്നെ അല്ല, നിനക്കൊരു എക്സ്ട്രാ വരുമാനം വേണോ, സീരിയസ് ആയി ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞാൽ പോകാന്ന് പറയാം, പോയിക്കോന്ന് പറയാം, വേണ്ടെന്ന് പറയാം. അവർ നിങ്ങളുടെ വാക്കുകൾ കേട്ട് നിങ്ങളോടൊപ്പം നിന്നാൽ വിശ്വസിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനാണ് നിങ്ങൾ ലീഡർമാർ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി തരുന്നതും. ഇപ്പോൾ അലിമ മേഡം പാലക്കാട് ജില്ലയിലാണ്. എനിക്ക് ഒരിക്കലും അലിമ മേഡത്തിന്റെ ഫ്രണ്ട്സിനെ പരിചയമില്ല. എനിക്ക് അയൽവക്കത്ത് പോയി പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ സാധിക്കില്ല. അവരെ ഫ്രണ്ട്സിനെ കോളേജിലെ ഗ്രൂപ്പിലാണ് എനിക്ക് പരിചയപ്പെടുക. അവരുണ്ടാകുന്ന ഗ്രൂപ്പിലെ ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ സാധിക്കില്ല. അതിനാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ഗ്രൂപ്പിൽ അഡ്മിൻ നമ്മളായിരിക്കും. അപ്പോൾ അവർ ഈ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിലേക്ക് അവർ വരും. ഇന്ന് സുനിൽ ഭായി എന്ന് പറഞ്ഞ വ്യക്തി നടത്തുന്നുണ്ട്, ഇന്നലെ ജോയിൻ ചെയ്ത അല്ലെ. സുനിൽ ഭായിനെ നമ്മൾ എൻ്റെ ടീമിലെ ജഷിത പറഞ്ഞ പെൺകുട്ടിയുടെ ഗ്രൂപ്പിൽ എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണ്. എൻ്റെ കൂട്ടുകാർ അദ്ദേഹം ഇവിടുത്തെ കാലത്ത് സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞു. സാറേ എൻ്റെ വൈഫിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു കൊടുക്കാം, കൂടെ നിൽക്കുമെങ്കിൽ മാത്രം. അത്രയേ പറഞ്ഞു. കൂട്ടുകാരൻ്റെ വൈഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞു, വീട്ടിൽ നിന്നുള്ള മക്കളെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൂടെ നിൽക്കുവാണെങ്കിൽ, ആക്രാന്തമില്ലെങ്കിൽ, പൈസയുടെ ആക്രാന്തം ഇല്ലെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ, ആരെയും പറ്റിക്കാതെ ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. വൈകുന്നേരം തന്നെ വൈഫ് എന്നെ കോൺടാക്ട് ചെയ്തു. അതാണ് ജഷിത. ജഷിത ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലും മെസ്സേജ് ഇട്ടപ്പോൾ അതിൽ ജോയിൻ ചെയ്ത വ്യക്തി 6 വ്യക്തികൾ ഇന്നലെ തന്നെ ജോയിൻ ചെയ്തു. അവർ 6 ടീം ഓക്കെ ആയി. ഒരൊറ്റ ദിവസം മെസ്സേജ് ഇടുന്നതിന് 6 ജോയിനിങ് ആയി. ഇനി അവർക്ക് ആ 6 ടീമിൽ വന്നിരിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ബിസിനസ് വളർന്നു പോയി. വേറെ ഒന്നും വേണ്ട. ആൾക്കാരെ പിറകെ പോകണോ? വേണ്ട. ഇനി ഈ 6 വ്യക്തികൾക്ക് ഇതേപോലെ ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് അവരുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ എത്തിച്ച് അവിടെ വോയിസ് മെസ്സേജ് കൊടുത്ത് അവരെ ഈ മീറ്റിങ്ങിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അറിയാതെ വളർന്നു പോകും. അപ്പോഴേക്കും നിങ്ങളുടെ വരുമാനം സ്റ്റാർട്ടായിട്ടുണ്ടാവും. ഒരു 8,000-10,000 രൂപയൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കിട്ടുവാണെങ്കിൽ, ഇന്നത്തെ സംബന്ധിച്ചുള്ള വീട്ടമ്മമാർ അടുക്കള പണിയും കഴിഞ്ഞ് 8,000 രൂപ എല്ലാ മാസം 10ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുവാണെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡ് ചിലപ്പോൾ ജോലിക്ക് പോയി 20,000-25,000 വാങ്ങിക്കുന്നുണ്ടാവുള്ളൂ. ഇന്നത്തെ അവസ്ഥ നാട്ടിൽ അത്രയും ഉണ്ടാവും. വലിയ ജോലിക്ക് ആണെങ്കിൽ മാത്രം ചിലപ്പോൾ നല്ല പൈസ ഇട്ടായിരിക്കും. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലൊരു ജോലിക്ക് പെൻഷൻ കിട്ടുന്ന ജോലി, ഇന്ന് എല്ലാവരും ഗവൺമെന്റ് ജോലി, അച്ഛനമ്മമാർ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഗവൺമെന്റ് ജോലിക്ക് എന്തുകൊണ്ടാണ്? പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഒരു 5,000-10,000 രൂപ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മക്ക് 30 വർഷത്തെ സർവീസ് ഉണ്ട്. കിട്ടുന്ന പെൻഷൻ എത്ര അറിയോ? 1,500 രൂപ മാസം കിട്ടുന്നത്. ആ 1,500 രൂപയ്ക്ക് ഇന്ന് അരിയും പച്ചക്കറിയും വാങ്ങിക്കാൻ പറ്റും. എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങോട്ട് പണിയെടുത്തതാണ്. നല്ല കട്ട പണിയായിരുന്നു. ആ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു വെച്ചിട്ട് കിട്ടിയ വരുമാനം നമുക്ക് പെൻഷനായി തരുന്നത് 1,500 രൂപ. അതിനേക്കാളും വരുമാനം വെസ്റ്റ് കണ്ട് അമ്മ വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് വെസ്റ്റ് എന്താണെന്ന് അറിയില്ല. ഒരു മീറ്റിംഗിൽ ഇതുവരെ കയറിയിട്ടില്ല. അമ്മ ആകെ ചെയ്യുന്നത് 10-15 കസ്റ്റമർക്ക് സോപ്പും വേസ്റ്റും അവരുടെ വീട്ടിനടുത്തുള്ള ആൾക്കാർ അവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും. നമുക്ക് വെസ്റ്റിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അറിയില്ല.
ഇതിന്റെ ഈ കമ്പനി എങ്ങനെ വരുമാനം വരുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്റെ നമുക്ക് ആ ജോലിക്ക് പോയാൽ വരുമാനം ഇതിനകത്ത് കിട്ടുന്നത് ഒന്നും അറിയാതെ. എന്താ പറഞ്ഞത്, നിങ്ങളെ നിങ്ങളെ അച്ഛനമ്മമാർ നിങ്ങളെ നല്ല സ്നേഹത്തോടെ ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ടെന്ന് വലുതാക്കിയിട്ടുണ്ടാവും, പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടാവും. കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷമാണ് ഈ സംഭവമൊക്കെ കുറച്ച് അകലുന്നുണ്ടാവും അല്ലേ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫ് വരുമ്പോൾ അച്ഛനമ്മമാർ ഇച്ചിരി അകലം വരുന്നുണ്ടാവും. അവർ സംസാരിക്കുന്ന രീതിയിൽ മാച്ച് ആവില്ല, ദേഷ്യം വരും, വഴക്ക് വരും. ചിലപ്പോൾ ഒരു 5000 രൂപ 10000 രൂപ അമ്മക്ക് നിങ്ങൾക്ക് എല്ലാ മാസവും അച്ഛനമ്മമാർക്ക് കൊടുക്കാൻ പറ്റും തോന്നില്ല. ഇന്നത്തെ ശമ്പളം കൊണ്ട് ഒരു 5000 രൂപ നിങ്ങൾ അച്ഛനും അമ്മക്ക് മാസം മാസം കൊടുക്കാൻ പറ്റും തോന്നില്ല. ഇന്നത്തെ നമ്മൾ വാങ്ങിക്കുന്ന ശമ്പളം ഒരിക്കലും പറ്റില്ല. അല്ലെങ്കിൽ നല്ല കോടീശ്വരൻ, നല്ല ലക്ഷങ്ങൾ മാസം വരുമാനം വാങ്ങിക്കുന്ന അത്ര ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ നിങ്ങൾ അച്ഛനമ്മമാർക്ക് എന്തും കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഹാപ്പിയാണ്, ഇനി അങ്ങോട്ട് ഞാൻ ഫുൾ ഹാപ്പിയാണ്. എൻ്റെ സഹോദരി ബിസിനസ്സിലുണ്ട്, അമ്മ ബിസിനസ്സിലുണ്ട്. ഇതെല്ലാം ഈ ഒരു ബിസിനസ് നമുക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾ സഹായിക്കാൻ സാധിക്കും കുറച്ച് കഴിയുമ്പോൾ. ഇതൊരു 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ എൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇത് 25,000 30,000 50,000 1 ലക്ഷം രൂപയൊക്കെ എല്ലാ മാസം അക്കൗണ്ടിലേക്ക് വരും. മനസ്സിലാണല്ലോ. അപ്പൊ ആ വരുമാനമൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കുള്ള വരുമാനം തന്നെയായി മാറുകയാണ്. ഈ ഒരു ബിസിനസ്സിന്റെ സാധ്യത ചെറുതല്ല എന്ന് മനസ്സിലാക്കും. ആവശ്യക്കാർക്ക് മാത്രം കൊടുക്കുക. ഒരാളെയും പിറകെ പോയി നിങ്ങളെ മൈൻഡ് ഡൗൺ ആകാതിരിക്കാൻ സാധിക്കും. വേണ്ടെങ്കിൽ വേണ്ട, പോകാൻ പറയും. വേണോ, വേണമെങ്കിൽ സമയം കണ്ടു. സമയമില്ല, നീ ഒരു വോയിസ് മെസ്സേജ് അയക്കുക, ഞാൻ സമയം കിട്ടുമ്പോൾ കേൾക്കാൻ പറഞ്ഞാൽ നീ എപ്പോഴാണ് എനിക്ക് അടുത്ത വർഷം സമയം ഉണ്ടെങ്കിൽ വന്നാൽ മതി പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വർഷമാണോ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ആവശ്യം വരുന്നത് അന്ന് എന്നെ വേണം കാണാൻ പറയാം. അത്ര ആ കോൺഫിഡൻറ്റ്, ആ ധൈര്യത്തോടെ പറയാൻ സാധിക്കണം. അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെസ്റ്റീജിന്റെ കമ്പനിയുടെ നട്ടൽ എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഇന്ന് ഈ ബിസിനസ് എല്ലാവരും ചെയ്യുന്നതും നിലനിന്ന് പോകുന്നതും ആ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രൊഡക്റ്റിന്റെ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതിലേക്ക് വരും. നിങ്ങൾ ഐഡിയ ഒക്കെ ആക്ടിവേഷൻ ആകുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് വരും. പ്രൊഡക്റ്റിന്റെ ഗ്രൂപ്പിലേക്ക് വന്ന് അവിടെ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണ്, എനിക്ക് ഷുഗർ പ്രോബ്ലം ഉള്ള വ്യക്തിയാണ്, ഞാൻ 25 വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്, ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞ ഒരാളെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഇതിന്റെ സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ടോ, നീമും ഗ്ലൂക്കോ ഹെൽത്ത് കൊടുക്കുന്നുണ്ടോ, അത് നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്ത് നോക്കും. ഷുഗർ വരുന്ന വ്യക്തിക്ക് നമ്മൾ സപ്ലിമെന്റ് ഉപയോഗിച്ചാൽ ഷുഗർ 100% മാറും. 100% മാറില്ല, കൺട്രോൾ ലെവലിലേക്ക് കൊണ്ടുവരണം. ഷുഗർ ഒരിക്കലും മാറില്ല, അത് കൺട്രോൾ ലെവലിലേക്ക്, നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. ഷുഗർ ഉള്ള വ്യക്തി, കൊളസ്ട്രോൾ ഉള്ള വ്യക്തി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വെരിക്കോസ്, മൈഗ്രെയിൻ, തൈറോയ്ഡ് പ്രോബ്ലം, ക്യാൻസർ പ്രോബ്ലം, ആരായിക്കഴിഞ്ഞാൽ അവർ ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ അവർ കേൾക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അവരോട് പറയാനോ കഴിക്കാനോ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്താൽ മതി. യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഷെയർ ദ എക്സൈറ്റ്മെന്റ്. അതാണ് ഞാൻ പറഞ്ഞ വാക്ക്. ശ്രദ്ധിച്ചു വെക്കുക, പ്രൊഡക്റ്റ് വിൽപ്പനയല്ല, യൂസ് ദ പ്രൊഡക്റ്റ്. 100% വെസ്റ്റീജിന്റെ കസ്റ്റമർ ആവുക ആൻഡ് ഷെയർ ദ എക്സൈറ്റ്മെന്റ്. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഷെയർ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ചങ്ങായിമാർ പറയാണ് മുടിയൊക്കെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളെ ഹെയർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ തടയാൻ പറ്റും. എല്ലാവർക്കും പറ്റില്ല കേട്ടോ. മുടി കൊഴിച്ചിൽ പല കാരണങ്ങൾ വരും. അതെങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പിന്നീട് പറഞ്ഞിട്ടുണ്ടാവും. വൈറ്റമിൻ ഡി പ്രോബ്ലം ഉണ്ടാവും, ബയോട്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, പ്രോട്ടീനിന്റെ കുറവുണ്ടെങ്കിൽ മുടി കൊഴിയും, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മുടി കൊഴിയും. അപ്പോൾ അത് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റും. മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനൊക്കെ റിസൾട്ടുള്ള ഷാമ്പുവും ഹെയർ ഓയിൽ നമ്മുടെ ടീം ഇതിൽ കമ്പനിയിലുണ്ട്. അതുപോലെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുക്കിംഗ് ഓയിൽ ഉണ്ട്. PCOD തടയാൻ, തൈറോയ്ഡ് പ്രോബ്ലം മാറ്റാൻ, വെരിക്കോസ് മാറ്റാൻ, 100% വെരിക്കോസ് മാറ്റാൻ പറ്റും. ഇന്ന് ഡോക്ടർമാരെ കാണിച്ചാൽ എന്താ ചെയ്യുക, സർജറി പറയും, ലക്ഷങ്ങൾ കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ 6-7 മാസം കഴിയുമ്പോൾ വീണ്ടും അതേപോലെ ഈ ഡോക്ടറിന് അടുത്ത സർജറി പറയും, പൈസ ലക്ഷങ്ങൾ കൊടുക്കണം. ഒരാവശ്യമില്ലാതെ നമ്മളെ വൈറ്റൽ കോംപ്ലക്സും ഗാനഡോർമിയും ഫ്ലാക്സ് ഓയിൽ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ വെരിക്കോസ് ഒക്കെ അങ്ങ് ഈസിയായി മാറും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്യണം, ആരും പറയുന്നു വേണ്ട. ഇങ്ങനെയൊക്കെ നല്ല നല്ല പ്രൊഡക്റ്റ് ഒരുപാട് ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും, നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. ഇത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് അറിവിന് വേണ്ടി. ഈ കമ്പനി നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, 21 വർഷമായിട്ടുള്ള കമ്പനി, 8ഓളം രാജ്യങ്ങളുള്ള കമ്പനി, 5000-ലധികം ഔട്ട്ലെറ്റുള്ള ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു നോളജ് വേണ്ടേ? നിങ്ങൾ സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അവിടെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് അറിയണ്ടേ? അതുപോലെ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പഠിക്കുക, ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാൻ പഠിക്കുക, ഇതെന്താണ് മറ്റുള്ള മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മുടെ വ്യത്യാസം എന്താണെന്ന് അറിയാൻ പഠിക്കുക. അതിനാണ് CND എന്ന് പറഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. നമ്മളെല്ലാ ജില്ലകളും CND എന്ന് പറഞ്ഞ പ്രോഗ്രാം കിട്ടുന്നത്. ഫിസിക്കലായിട്ട് കമ്പനി ട്രെയിനർ വന്ന് ക്ലാസ് ചെയ്യുന്ന CND പ്രോഗ്രാം. അതുപോലെ 7ഓളം അഗ്രി പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിക്ക്, 7 പ്രൊഡക്റ്റേ ഉള്ളൂ, 7 അഗ്രി പ്രൊഡക്റ്റ് മാത്രമല്ല. അതിന് അഗ്രി ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അത് പോയി അറ്റൻഡ് ചെയ്യാം. എന്തിനാണ് അഗ്രി പ്രൊഡക്റ്റ് എന്നറിയോ?
നമ്മൾ ഇന്ന് എന്തിനാണ് സപ്ലിമെന്റ് ഉപയോഗിക്കുന്നത്? ഭക്ഷണത്തിൽ നമ്മൾക്ക് കിട്ടാതെ ന്യൂട്രീഷൻസ് പ്രോട്ടീൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ആരോഗ്യം നശിച്ചു പോകുന്നത്, രോഗികളായി മാറും. ഇത് തന്നെയാണ് മരങ്ങൾക്കും വൃക്ഷങ്ങൾക്കൊക്കെ ഉള്ളത്. നമ്മളിന്ന് കൊടുക്കുന്ന വളങ്ങൾ ആ മരങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല. അതാണ് നമ്മളെ വെസ്റ്റേജ് കമ്പനിയുള്ള 7ഓളം പ്രൊഡക്റ്റ്. അതിൻ്റെ സ്പ്രെഡ് ചെയ്യാനുള്ള സ്പ്രെഡറായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിക്കാൻ പറ്റുന്ന സാധനമുണ്ട്. വെള്ളത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വെള്ളം നമ്മുടെ നാപ്കിൻ പോലെ നമ്മൾ വെള്ളം അധികം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം പിടിച്ചെടുക്കും. വെള്ളം കുറഞ്ഞ സമയത്ത് ആ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന അക്വാജലിൻ്റെ പ്രൊഡക്റ്റ്, ഇങ്ങനെയുള്ള പല 7ഓളം പ്രൊഡക്റ്റിനകത്തുണ്ട്. അപ്പോൾ കൃഷിക്കാരെ സഹായിക്കാൻ പറ്റുന്ന ഇതിനെക്കുറിച്ചൊക്കെ നോളജ് ഉണ്ടാക്കി ശ്രമിക്കാം. വെറുതെ ഒരു കൃഷിക്കാരനെ കാണുമ്പോൾ അപ്പം തന്നെ നമ്മളിൽ കുറേ പ്രൊഡക്റ്റ് ഉണ്ട്, അപ്പോൾ അവർ ആവശ്യം വരുമ്പോൾ അപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് സാറ് ഒരാൾക്ക് തെങ്ങുണ്ട് എന്നാ കൊടുക്കുന്നത് അങ്ങനെ ചോദിക്കാതെ നിങ്ങൾ അതിനെക്കുറിച്ച് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. കൃഷിക്കാരെ അന്വേഷണം നടക്കാൻ ആദ്യം കൃഷിക്കാരോട് എന്ത് പറയണമെന്നില്ല ആ കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കണം. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ 3 മാസം നിങ്ങളൊരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സുണ്ടാക്കിയെടുക്കണം. ആദ്യത്തെ 3 മാസം ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ, നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഏകദേശം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ടൈപ്പ് ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ 5 മിനിറ്റ് ലാസ്റ്റ് സംസാരിക്കാൻ സമയം തരാം കേട്ടോ. ഇത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്ന വിഷയം. നിങ്ങളെ ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ബിസിനസ് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഇതിൽ 8% ആവണേ? എങ്ങനെ 8% ആവണേ അറിയോ? നമുക്കൊരു ജോയിൻ ചെയ്ത വ്യക്തി, ആദ്യമായി ജോയിൻ ചെയ്ത വ്യക്തി സാധനം പർച്ചേസ് ചെയ്യാണ്. നിങ്ങളൊരു 100 പോയിന്റിനാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 100 പോയിന്റായി. നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന 2 വ്യക്തികളുണ്ടെങ്കിൽ അവർ 100 പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, നിർബന്ധമല്ല കേട്ടോ 100 പോയിന്റ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ 100 പോയിന്റ് ചെയ്ത് നിങ്ങളെ കൂടെ വന്ന വ്യക്തി ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് 100 പോയിന്റ് ചെയ്യണമെങ്കിൽ 300 പോയിന്റായി. ആ മാസം തന്നെയാണെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് 8% ആയി. അല്ല ഈ മാസം 200 ഉള്ളൂ, അടുത്ത മാസം 200 ആണെങ്കിൽ മൂന്നാമത്തെ മാസം 8% ആവുള്ളൂ. അത് നോർമൽ 8%. ഫാസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സംഭവം ഒരു 300 പോയിന്റ് നിങ്ങൾ സിംഗിൾ മാസം, ഇപ്പോൾ ഓഗസ്റ്റ് മാസമാണ് ഇല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്ത് ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഇതുവരെ 8% ആവാത്ത ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസം ടാർഗറ്റ് 8% ആവാന്നുള്ള ഒരു 300 പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് 12% എത്താൻ വേണ്ടി നമ്മളെ കൂടെ നിൽക്കുന്ന, നമ്മളോടൊപ്പം നമ്മളെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ആൾക്കാരെ 8% ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ 12ലേക്ക് പോകുന്നുണ്ടോ? ഒരാളെ 2 ആക്കി ആവില്ല. 2400 പോയിന്റ് ആകുമ്പോൾ നമ്മൾ 12% പോകുന്നുണ്ടാവും. പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പോയിന്റാണ്. 30 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 1 പോയിന്റായി. 300 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 10 പോയിന്റായി. 3000 രൂപക്ക് മേലുള്ള സാധനം വാങ്ങിക്കുമ്പോൾ 100 പോയിന്റായി. എന്നാൽ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഏവറേജ് ആട്ടോ. 3000 കറക്റ്റ് വാങ്ങിച്ചാൽ 100 പോയിന്റ് ആവില്ല. ചിലപ്പോൾ 3500 ആവാം, ചിലപ്പോൾ 3200 ആവാം, ചിലപ്പോൾ 3000 ആവാം, ചിലപ്പോൾ 2900 ആവാം. ആ പ്രൊഡക്റ്റിന്റെ പല പ്രൊഡക്റ്റിനും പല പോയിന്റുകളാണ്. അപ്പോൾ ഏവറേജ് ആയിരിക്കും. ഏകദേശം 3000 മേലുള്ള സാധനം വാങ്ങിക്കുമ്പോൾ 100 പോയിന്റായി മാറുന്നുണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങൾ വിശ്വസിച്ച് വന്ന ഒരു 6 വ്യക്തികൾ ഉണ്ടെങ്കിൽ ആ 6 വ്യക്തികൾ ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 700 പോയിന്റ് ആ മാസം തന്നെ നിങ്ങൾക്ക് 458 രൂപ വരുമാനമായി മാറി. പിറ്റത്തെ മാസം താഴെ വന്നിരിക്കുന്ന വ്യക്തിക്ക് അത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1500 രൂപ വരുമാനമായി. അങ്ങനെ കൂടി പോകുന്ന സമയത്ത് 6 മാസം കൊണ്ട് 2 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷൻ വരുന്നുണ്ട്. 6 മാസം കൊണ്ട് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അതിന്റെ സെഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ലീഡറോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെഷൻ അയച്ചു തരുന്നുണ്ടോ? കഴിഞ്ഞ ചൊവ്വാഴ്ച, ഈ ആഴ്ചയല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ടോ? അപ്പോൾ നല്ല രീതിയിൽ ഈ ബിസിനസ്സിനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഇതിനെ കളയാതിരിക്കാൻ ശ്രമിക്കുക. ആരും നിങ്ങളെ നെഗറ്റീവ് അടുപ്പിച്ചോ, ആരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ, പോവാൻ പറയാം. കോൺഫിഡൻസ് പോയിക്കോ, നീ ചെയ്യണമെന്നാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ. ആവശ്യക്കാർക്ക് മാത്രം ബിസിനസ് കൊടുക്കും കേട്ടോ. ആവശ്യമില്ലാതെ എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്ന പാവപ്പെട്ടവരൊക്കെ ആവശ്യക്കാരെ ചിന്തിക്കുന്നുണ്ടോ? ഒരാൾക്കാരും ചിന്തിക്കുന്ന അങ്ങനെയാണ്. പാവപ്പെട്ടവർക്ക് എല്ലാം ബിസിനസ് ആവശ്യക്കാരൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? പണക്കാരും ബിസിനസ് ആവശ്യം ചിന്തിക്കുന്നെങ്കിൽ ലക്ഷങ്ങളെ കോടീശ്വരന്മാർ പോലും നമ്മളോടൊപ്പം ഈ ബിസിനസ് ചെയ്യണം. ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നു, എഞ്ചിനീയർമാർ, സയന്റിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ മേഖലയിലും ആൾക്കാരും വർക്ക് ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെ പാവപ്പെട്ടവരെ മാത്രമേ ബിസിനസ് ചെയ്തു? പാവപ്പെട്ടവരെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പാടാണ്. ഇത് ആർക്ക് വേണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാം. വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് ആരും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ അവരിത് മനസ്സിലാക്കില്ല. കാരണം അവരെ മനസ്സിൽ എന്താ ഉള്ളത്? കാരണം അവർ അച്ഛനമ്മമാരെ ആശ്രയിച്ച് പൈസ എന്തെങ്കിലും പോക്കറ്റ് മണിക്ക് പോലും അച്ഛനമ്മമാരുടെ പൈസ വെച്ചുകൊണ്ടിരിക്കും. അവരുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ കുറേ പൈസ കിട്ടുന്ന ചിന്തയുള്ള കുട്ടികളുണ്ടാവും. ജോലിക്ക് പോയാൽ മാത്രമേ അവർക്ക് അതിൻ്റെ വിഷമം അറിയൂ. അല്ലെ? ഇന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി ആക്കണം. എന്ന് വെച്ചാൽ അച്ഛനോട് അമ്മയോട് പൈസ വയ്ക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ മൊബൈൽ വാങ്ങിക്കാനും ലാപ്ടോപ്പ് വാങ്ങിക്കാനും സിനിമ കാണാനും പൈസ കിട്ടുള്ളൂ ചിന്തിക്കുന്ന ആൾക്കാരാണ് തെറ്റി മക്കളെ. അത് നിങ്ങൾക്ക് ശമ്പളം കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയും തികയൂല. അല്ല, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും. ലിൻസി കൊട്ടാരക്കര 8% ആവാൻ നിങ്ങളുടെ പോയിന്റ് 300 പോയിന്റ് ഈ മാസം ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 8% ആവും. ലിൻസിന്റെ അപ്ലൈ നീനു ആയത് കണ്ടോ? നീനു 8% ആയി.
ഇനി കഴിഞ്ഞ മാസം ഈ ജൂലൈ മാസം ജോയിൻ ചെയ്ത വ്യക്തിയാണ്. അവരും അവരുടെ ടീമിൽ വർക്ക് ചെയ്തപ്പോൾ 300 പോയിന്റായി, അവർ ഫാസ്റ്റ് ആയിട്ട് 1% ആയി. ഇനി നിന്നു ചെയ്യുന്നത് ലിൻസിനെ ഇപ്രാവശ്യം 8% ആക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ കേട്ടോ. നിങ്ങൾ 300 പോയിന്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. നമ്മൾ ആയത് എന്താണോ അവർ കൂടെ ഉള്ളവർ സപ്പോർട്ട് ചെയ്ത് ആക്കിക്കൊള്ളും ഓട്ടോമാറ്റിക്കലി. നിനുവിന് ഒരു 5000 വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് ലിൻസിക്ക് 5000 വരുമാനം ആക്കാൻ വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യും. പേടിക്കേണ്ട, കൂടെ നിന്ന് കൊടുത്താൽ അവർ നിങ്ങൾ അപ്ലൈ എന്ത് വരുമാനം വാങ്ങിക്കുന്നതോ നിങ്ങളിലേക്ക് എത്തിച്ചു തരും കേട്ടോ. കുറച്ച് കഴിയുമ്പം അപ്ലൈനേക്കാളും വരുമാനം നിങ്ങൾക്കും വരുന്നുണ്ട്. അതിന് ഒന്നും അതിനെക്കുറിച്ച് ടെൻഷൻ. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വിഷമിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. അടുത്ത ക്ലാസ്സിൽ അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കുറച്ച് റെഗുലർ ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടും എപ്പോഴെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സംശയങ്ങൾ ചോദിക്കാൻ പറയുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യം മനസ്സിലാത്ത കാര്യം ചോദിക്കാം. നിരന്തരം പല ആൾക്കാരും ചോദിക്കും എന്താണ് ഇയാളോട് സംസാരിക്കേണ്ടത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. ഇന്നും ഒരു വർഷമായിട്ടും എന്നോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. സംസാരിച്ച വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ എന്നോട് സംസാരിച്ചതിന്റെ ഗുണം എന്താണെന്നല്ല. നിങ്ങൾ അപ്ലൈനോട് സംസാരിച്ച ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇതിൽ പല ആൾക്കാർക്ക് മെസ്സേജ് ഇപ്പോൾ അയക്കാറുണ്ട്. കുറച്ച് മുന്നേയൊക്കെ എനിക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഞാൻ ഡെയിലി ഗുഡ് മോർണിംഗ് പല കാര്യങ്ങൾ അയക്കാറുണ്ട്. ഇപ്പം എനിക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ അതിന് പോലും പേയ്മെന്റ് ആയി തുടങ്ങി. ഞാൻ നിങ്ങളുടെ സൂം ലിങ്ക് എടുക്കുന്ന 72,000 രൂപ കൊടുത്തിട്ട് സൂം ലിങ്ക് എടുക്കുന്നല്ലോ. 72,000 രൂപ 500 പേര് ലിങ്ക്, 6,000 രൂപ കൊടുത്താൽ 100 പേർക്ക് ലിങ്കാണ്. അപ്പോൾ ഇത്രയും പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ബിസിനസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉപകാരമായി ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇട്ടു. ഇന്ന് കോട്ടയത്ത് ഒരു സൺഡേ ഇന്ന് മീറ്റിംഗ് നടക്കുക, തലശ്ശേരി സൺഡേ മീറ്റിംഗ്, തൃശ്ശൂർ സൺഡേ മീറ്റിംഗ് നടക്കുക, ശനിയാഴ്ച തിരൂർ നടക്കുന്നുണ്ട്, ശനിയാഴ്ച കണ്ണപുരത്ത് നടക്കുന്നു, ശനിയാഴ്ച ഇന്ന സ്ഥലത്ത് നടക്കുന്നു, ചൊവ്വാഴ്ച പെരുമ്പാവൂർ, ചൊവ്വാഴ്ച വേറെ കുറേ സ്ഥലത്ത് നടക്കുന്നു. ഇങ്ങനെയുള്ള എവിടെയൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ടോ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോളജ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കാണുമ്പം ഓരോ വ്യക്തി അലീമ ചിന്തിക്കുന്നത് എൻ്റെ ടീമിൽ അവിടെ പാലക്കാട് ഒരാളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ടീമിൽ കോഴിക്കോട് ഒരാൾ ജോയിൻ ചെയ്തു, എന്നോട് തിരൂർ ഒരാൾ ജോയിൻ ചെയ്തു. അപ്പം തന്നെ അവരുടെ പേര് എഴുതി വെക്കുക. ജോയിൻ ചെയ്ത വ്യക്തിയുടെ പേര് തിരൂരാണെങ്കിൽ തിരൂർ എഴുതി വെക്കുക. തിരൂരിൻ്റെ പോസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ കാണുമ്പോൾ അവരെ വിളിച്ച് പറയാം, തിരൂർ അടുത്താണോ, ഇന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, പോകാൻ പറ്റുമെന്നല്ല പോകാൻ പറയാം. നിങ്ങളുടെ ടീം അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർ വളർന്നു പോയിക്കോളും. പക്ഷെ അവിടെ പറഞ്ഞയക്കുന്ന സമയത്ത് നിങ്ങൾ ലീഡർമാരോട് പറയാം എൻ്റെ ടീമിൽ നിന്ന് ഒരാൾ തിരൂർ പോകുന്നത് വരട്ടോ. കാരണം നമ്മുടെ മലയാളീസിക്ക് ഒരു പ്രശ്നം, ഒരാളെ കിട്ടിക്കഴിഞ്ഞാണല്ലോ. ആരുടെ ടീമിലാണ്? ഷാജി മിത്തൻ്റെ ടീമിലാണ്. അപ്പോൾ പറയും അയാൾ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ല, ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ടീമിലേക്ക് വാങ്ങിയിട്ട് അവരുടെ ടീമിലേക്ക് വിളിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എനിക്ക് കോട്ടയത്തുള്ള ഒരു വ്യക്തി എൻ്റെ ടീമിൽ ഒരാൾ പോയ സമയത്ത് അവിടെ പറഞ്ഞ വാക്കാണ്, അദ്ദേഹം ഓൺലൈനിലൂടെ ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഞാനിവിടെ കോട്ടയത്തിന് ഞാൻ നിങ്ങൾ എല്ലാ സപ്പോർട്ടും ചെയ്തതാണ്. അപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് അത്ര ടീമുണ്ട് ചോദിച്ചു. ഒരു വർഷമായിട്ട് ആകെ 12 പേരെ ജോയിൻ ആക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് 5200 പേരുണ്ട്, ഞാൻ ഒരു ദിവസം 25 ഐ ഡി എടുക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് പറ്റുമോ? വേണ്ടാതെ നമുക്ക്. അപ്പോൾ നിങ്ങൾ ഒരാളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ ലീഡറോട് പറയാം എൻ്റെ ടീമിൽ നിന്ന് 2 ആൾ തിരൂർ ഫംഗ്ഷന് പോകുന്നുണ്ട്, 2 ആൾ തലശ്ശേരി ഫംഗ്ഷന് പോകുന്നുണ്ട്, 2 ആൾ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. അത് നിങ്ങൾ അപ്ലൈന് അറിയിക്കണം. എല്ലാം കഴിഞ്ഞ് വേറെ ടീമിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. എൻ്റെ ടീമിൽ നിന്ന് ഒരാൾ നല്ലൊരു ലീഡർ വേറെ ടീമിൽ പോയി ജോയിൻ ചെയ്തു. അയാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കമ്പനിക്ക് മേലേക്കും അയാൾ ടെർമിനേഷൻ ചെയ്യും. കാരണം ഇവിടെ നിന്ന് വർക്ക് ചെയ്ത് വേറെ ടീമിൽ വർക്ക് ചെയ്ത് നമ്മൾ ടെർമിനേഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ ലീഗലായി ചെയ്യുന്ന കമ്പനിയാണ്, വേറെ ടീമിൽ നിന്ന് പോയി വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഏത് ടീമിൽ പോയി കഴിഞ്ഞാലും അത് കുറച്ച് കഴിയുമ്പോൾ അവിടെ നല്ലൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പനി ഓട്ടോമാറ്റിക് ടെർമിനേഷൻ ചെയ്യും. ലീഗൽ ബിസിനസ് ആണ് കേട്ടോ. എവിടെയും പോയി ആർക്കും പണി കൊടുത്തിട്ട് എവിടെയും പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരും ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നം നമുക്കുണ്ടാവില്ല. സത്യസന്ധമായ ബിസിനസ്സാണ്, 100% വിജയിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. ഏകദേശം 50 മിനിറ്റ് ഞാൻ സംസാരിച്ചു. ഇനി 10 മിനിറ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി വേണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കാം. ആരെങ്കിലും ചോദിക്കാവോ എന്തെങ്കിലും? ഒരാൾ അലിമ പറയും. അതെ, ഉമ്മാനെ ചേർത്തെന്ന് ഉമ്മ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് വീടിന്റെ അവിടെ, എന്റെ സ്വന്തം വീടിന്റെ അവിടെ ആൾക്കാർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴേ കഴിഞ്ഞ 2 മാസം 300 രൂപ വെച്ചിട്ടല്ല ചെയ്തത്, 300ന്റെ മേലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാന് വീടിന്റെ അവിടുത്തെ ആൾക്കാർക്കും കൂടെ കൊടുത്തിട്ടാണ് എനിക്കങ്ങനെ വരുന്നത്. അപ്പൊ അത് ഉമ്മാന്റെ പേരിൽ ഐഡി എടുത്തിട്ട് ഞാൻ അവിടെ ചെയ്യുന്ന സാധനങ്ങൾ ഉമ്മാന്റെ പേരിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എനിക്ക് അവിടുത്തെ ഉമ്മേന്റെ ഐഡി പർച്ചേസ് ചെയ്യുക. നല്ല ജോയിനിങ് വരുന്ന സമയത്ത് 1-2 ജോയിനിങ് ഉമ്മേന്റെ താഴെ സെറ്റ് ആക്കി കൊടുക്കും. ഉമ്മാക്ക് ഇങ്ങനെ ഫോണിൽ മീറ്റിംഗ് ഒന്നും കേൾക്കാനൊന്നും കഴിയില്ല. ഉമ്മേന്റെ ടീമായിട്ട് നിങ്ങളെ സ്വന്തം ടീമായിട്ട് വർക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ വീടിന്റെ അവിടെ ഉള്ള വർക്ക് എനിക്ക് വരുന്ന ഓർഡറൊക്കെ ഉമ്മാന്റെ പേരിൽ ഐഡി എടുത്തിട്ട് ഉമ്മാനോട് അത് അവർക്ക് സെറ്റ് ആക്കി കൊടുക്കാൻ പറയാം അല്ലേ? അതിനൂടെ എനിക്ക് അല്ല എനിക്കപ്പോ കുറച്ച് നിങ്ങൾ ബെനിഫിറ്റ് കൂടുകയാ.
എനിക്ക് PV കുറച്ച് കുറയും. എന്താ വെച്ചാൽ അവിടെയുള്ള കുറച്ച് ആൾക്കാർക്കുള്ള PVന്റെ സാധനങ്ങൾ ഞാൻ ഉമ്മാന്റെ പേരിലായി കൊടുക്കാം. നിങ്ങൾക്ക് എന്താ ഗുണം വെച്ചാൽ ഇതിൽ ആദ്യം വരുന്ന PV ഒക്കെ നമ്മൾ ചെറിയ വരുമാനമാണ്. ഇതല്ല വരുമാനം. നിങ്ങളുടെ വരുമാനം കൂടണമെങ്കിൽ നിങ്ങളുടെ മെയിൻ ടീം ഏതാണോ, എന്തിനാണ് സലീമ മേഡം ഞാൻ ഈ ഇത്രയും താഴെയുള്ള ഷാവുൽ സാറിന്റെ ടീമിൽ അലീമ മേഡത്തിന്റെ കൂടെ താഴെ ലതീതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എന്തിനാ? എന്റെ നേരിട്ടല്ല ഇവരൊന്നും. 29ാമത്തെ ലെയറിന് താഴെയാണ് ഷാവുൽ സാർ കിടക്കുന്നത്. ഷാവുൽ സാറിന്റെ എത്രാമത്തെ ലെയർ അലീമ മേഡം കിടക്കുന്നത്. ഞാൻ അവിടെയും പോയി വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ടോ? എത്രത്തോളം നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വന്തം നേരെ ജോയിൻ ചെയ്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യുന്നില്ല. കാരണം ഇത് വെസ്റ്റേജ് കമ്പനിയുടെ പ്ലാന്റെ വ്യത്യാസം തരാം. മറ്റുള്ള എല്ലാ കമ്പനികളും പൈസ മേലോട്ട് പോകില്ലേ, ഇത് താഴോട്ടാണ്. താഴെ നിന്നാ വരുമാനം കയറി വരുന്നത്. താഴെ കിട്ടിയാൽ മാത്രമേ മേലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം, നിങ്ങളെ ഒരു ടീം ഉമ്മന്റെ ടീം ആയിരിക്കണം. ഉമ്മന്റെ ടീമിൽ 50,000 PV എല്ലാ മാസവും വരുന്ന ടീമാക്കി മാറ്റാൻ വേണ്ടി വർക്ക് ചെയ്യാം. ക്ലിയർ ആകുന്നുണ്ടോ? നമ്മളെ ചോറ് വാർക്കുന്ന സമയത്ത് കലത്തിന് നേരെ കഞ്ഞിക്കലത്തിലേക്ക് പോകും. എവിടെയും പുറത്തേക്ക് പോകില്ല അല്ലെ, കലത്തിന് നേരെ കഞ്ഞിക്കലത്തിലേക്കാണ്. ഇത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് നേരെ അമ്മക്ക് പോകും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ അമ്മയുടെ വരുമാനം അമ്മക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അമ്മയെ സഹായിക്കാൻ സാധിക്കും. അവിടെ ആ ലെഗിൽ 6,000 PVക്ക് മേലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LOB സ്റ്റാർട്ട് ആവും. ലീഡർഷിപ്പ് ഇതിന്റെ മെയിൻ ഇൻകം, ഏറ്റവും വലിയ വരുമാനം LOB ആണ്. അപ്പൊ ആ ഒരു ടീമിൽ 6,000 PVക്ക് മേലോട്ട് എത്ര PV കയറുന്നു അത്ര ഇൻകം വരും. അതിന്റെ താഴോട്ട് ഇനി വരുമ്പോൾ മൾട്ടിപ്പിൾ LOB വരും. ഇന്നിപ്പോ ഞാൻ ഭീമാ മേഡം, സുരേഷ് സാർ അശ്വിനിയുടെ ടീമാണ്, അത് നിങ്ങളുടെ ടീം വരുന്നത്. സുരേഷ് സാറിന്റെ താഴെ ഭീമാ മേഡത്തിന് താഴെ ഒരു ടീം ശമന ടീച്ചർ, സുഷിത മേഡം ഒരു ടീം, ഷാവുൽ സാറിന്റെ ടീമാണ്. ഷാവുൽ സാറിന്റെ മേലെ അപ്ലൈ ഉണ്ട്, റിയാസ് ഖാൻ, ഷാഫിയൊക്കെ ഉണ്ട്. ഇത് അവർക്കൊക്കെ വരുമാനം 25,000 രൂപയാകുമ്പോൾ ഭീമയുടെ വരുമാനം 1 ലക്ഷം രൂപയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഭീമയുടെ നിങ്ങളുടെ വരുമാനം 25,000 ആക്കാൻ വേണ്ടി വർക്ക് ചെയ്യും. അലീമയുടെ വരുമാനം 25,000 ആയി കഴിഞ്ഞാൽ ഷാവുലിന്റെ വരുമാനം 1 ലക്ഷം രൂപയായി മാറുന്നുണ്ടാവും. അതിനവർ വർക്ക് ചെയ്യണേ. അലീമക്ക് 1 ലക്ഷം രൂപ വരുമാനം വേണമെങ്കിൽ നിങ്ങളുടെ താഴെ ഉമ്മക്ക് 25,000 വരുമാനം വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ വേറെ 2 പേർക്ക് 3 പേർക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ 1 ലക്ഷം രൂപയായി. അപ്പൊ നമ്മൾ ആരാണോ നമ്മളെ കൂടെ വിശ്വസിച്ച് വരുന്നത് അവരുടെ വരുമാനം കൂടാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഉമ്മക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഇങ്ങനെ മീറ്റിംഗ് കയറാൻ അങ്ങനെയൊന്നും അറിയില്ല. ഉമ്മ ജസ്റ്റ് അവിടെ എന്റെ അമ്മ നിൽക്കുന്ന പോലെ നിങ്ങൾ അമ്മ അവിടെ നിന്നോട്ടെ. ആ ഉമ്മ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോട്ടെ. അമ്മ അവിടെ നിന്നോട്ടെ. അമ്മയുടെ താഴെ നിങ്ങൾ 2-3 ജോയിനിങ് ആക്കി കൊടുക്കുക കേട്ടോ. ഞാൻ എന്റെ വേറെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ മീറ്റിംഗ് കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആന്ന് പറഞ്ഞ് അവർക്ക് നോക്കാം. പക്ഷെ ഇതൊന്നല്ല, ഉമ്മയെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻസ്. ഉമ്മ ജസ്റ്റ് ഉമ്മക്കൊരു വരുമാനം ആക്കി കൊടുക്കും. നമ്മളിത് മെയിൻ ബിസിനസ് ലീഡർഷിപ്പാണ്. നിങ്ങളെ താഴെ വന്നിരിക്കുന്ന വ്യക്തിയെ ബിസിനസ് പഠിപ്പിക്കാനും മനസ്സിലാക്കാൻ ലീഡർഷിപ്പ് ക്രിയേഷൻ ചെയ്യണം കേട്ടോ. ജോയിനിങ് അല്ല ഇമ്പോർട്ടൻസ്. ഇത് നിങ്ങൾ ഉമ്മയെ സഹായിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നു. പക്ഷെ ഉമ്മ എല്ലാ ബിസിനസ് ചെയ്യുക, അതിന് താഴെ വന്നിരിക്കുന്ന വ്യക്തി ലീഡറാക്കി മാറ്റാൻ ശ്രമിക്കാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്തേ, എന്റെ അമ്മയെ ശ്രീജ ശ്രീധരന്റെ താഴെ കൂടി ജോയിൻ ആക്കി. അപ്പൊ ശ്രീജ ശ്രീധരന്റെ മെയിൻ ലെഗ് എന്റെ അമ്മേന്റെ ടീമായി മാറി. ശ്രീജ ശ്രീധരന്റെ വരുമാനം കൂടാൻ വേണ്ടി ശ്രീജ ശ്രീധരൻ അമ്മേന്റെ താഴെ പോയി വർക്ക് ചെയ്യും. എനിക്ക് അവിടെ പണിയില്ലാതെ എന്റെ അമ്മക്ക് വരുമാനമായി. മനസ്സിലായില്ലേ? അതാണ് ഈ ബിസിനസിന്റെ. നിങ്ങളുടെ താഴെ അമ്മയുടെ താഴെ ആരും ഉണ്ടാവും, ആരും വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അമ്മക്കും അവർക്കെല്ലാം വരുമാനം വരും. അവരുടെ വരുമാനം കൂടാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി കുടുംബത്തിലേക്ക് വരുമാനം വരും കേട്ടോ. പക്ഷെ നമ്മൾ അമ്മക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ കൂടെ വന്നിരിക്കാൻ വർക്ക് ചെയ്തു, ഇവർക്ക് ഓട്ടോമാറ്റിക് പോയിക്കോ കേട്ടോ. അസനൊക്കെ ചോദിച്ചോളൂ. സാർ, എൻ്റെ പാൻ കാർഡ് അപ്ഡേറ്റ് ആകുന്നില്ല. എന്നാ പേര് വ്യത്യാസമുണ്ടോ? പേര് പിന്നെ 10-30 കൊല്ലം മുന്നേ എടുത്ത